അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പീഡാനുഭവവാരത്തിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിക്കുക. ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടാൻ പോകുന്നെന്ന് വേണം വിശ്വാസി കരുതാൻ. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്ന് പറയരുത്. ചില ആൾക്കാർ പറയത്തില്ലേ, ഞാൻ ദൈവത്തിനോട് അധികം അടുക്കണില്ല, അധികം അടുത്ത അപകടമാണ്, അധികം അടുത്ത സങ്കടമായിരിക്കും. എൻ്റെ മക്കളെ അടുത്താലും അടുത്തില്ലെങ്കിലും ഓരോരുത്തരുടെ ഭാരങ്ങൾ അവനവൻ വഹിച്ചേ പറ്റത്തുള്ളൂ. ഗലാത്യർ 6:5 എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. അപ്പം നിങ്ങൾ പറയും ദൈവത്തോട് ഞാൻ അടുക്കത്തില്ല, ദൈവത്തോട് അടുത്താൽ കുരിശായിരിക്കും. അതുകൊണ്ട് ചില ആൾക്കാർ നിങ്ങൾ ദൈവത്തോട് അടുത്തില്ലെങ്കിലും കുരിശായിരിക്കും. എന്താ അതായത് എൻ്റെ വിഷയം ഇതിനെ അഭിമുഖീകരിക്കുക എന്നല്ലാതെ പേടിക്കുക എന്നുള്ള ഒരു വിഷയമില്ല. ഈ മിശാചരിത്രം പണ്ട് ജീസസ് ഒന്നും പറഞ്ഞ് ഒരു സിനിമ കണ്ടിട്ട് 75 സിനിമ ജീസസ്, മലയാള സിനിമയാണ്. അതിനുശേഷം പിന്നെ മിശാചരിത്രം വന്നു, പിന്നെ ജീസഫ് നാസറത്ത് വന്നു, പിന്നെ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ വന്നു, പിന്നെ അവസാനം പാഷൻ ഓഫ് ക്രൈസ്റ്റ് വന്നു. ഇപ്പോഴും അടുത്ത സിനിമ ഈശോയെക്കുറിച്ച് വരാൻ പോകും. ഇപ്പം ജീസസ് ഞാൻ കാണുന്നത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് എന്നെ വല്ലാതെ അങ്ങ് ബാധിച്ചൊരു സംഭവം അറിയുക, ഈ കുരിശ് കാണുമ്പോൾ കർത്താവ് ഇങ്ങനെ 2 കൈയോടും കോരിയെടുത്ത് ഇതിനെ ചുംബിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര കാഴ്ച, എൻ്റെ മനസ്സിന് മറക്കാത്തൊരു കാഴ്ചയാണ്. കുരിശിനോടുള്ള ക്രിസ്തുവിൻ്റെ ഒരു സമീപനമേ ഒരു വല്ലാത്ത സമീപനമാണ്. ഇപ്പം നിങ്ങൾ കുരിശല്ല പ്രശ്നം. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ല എന്താണ്, ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടുമെന്ന് ഓർക്കണം. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്നല്ല ഓർക്കേണ്ടത്, അത് പിശാചൻ അങ്ങനെ ഓർക്കണത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ചിലത് ജീവിതത്തിൽ കുരിശായിരിക്കും. നമ്മൾക്ക് അത് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ എന്താണ്, കനത്ത തോളുണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അതാണ് ഈശോ പറയണത്, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ. ഇപ്പം രണ്ടാമത്തെ ഈശോ ഗെത്സെമനി പോയി പറഞ്ഞത് എന്താ? രണ്ടാമത് ഈശോ ഗെത്സെമനി പോയി പ്രാർത്ഥിക്കണത് എന്താ? രണ്ടാമതും മൂന്നാമതും അത് തന്നെ പറയണത്, വാക്കിലൊന്നും മാറ്റമൊന്നും ഇല്ല. മത്തായി 26:42 രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് സാധനം. അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന വിട്ടപ്പോ തന്നെ അതിന്റെ റിസൾട്ട് ഏറെക്കുറെ ഈശോ കിട്ടിയിട്ടുണ്ട്. ജീസസ് നോ ഓപ്ഷൻ, ഇതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ പ്രാർത്ഥന ഈശോ ചേഞ്ച് ചെയ്യാൻ കണ്ടില്ലേ? എന്താ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ഇഷ്ടം നിറവേറുക എന്നുള്ളതാണ്. കുരിശ് മാറ്റുക എന്നതിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കനത്ത തോളുണ്ടാക്കണതാണ് പ്രശ്നമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതാണ് ഈശോ ഉണ്ടാക്കിയത്. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞില്ലേ, അതാണ് കനത്ത തോള്.
അവിടെ വെച്ചാണ് ഈശോ കുരിശ് ചുംബിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടിസമുള്ള കുഞ്ഞുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അതിനെ ചുംബിക്കണം. എന്താ കാര്യം? കർത്താവ് അറിഞ്ഞ് നിനക്ക് തന്ന കുരിശ്, അത് ഉള്ളിടത്തോളം കാലം അതിനെ സൂക്ഷിക്കണം. ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാരപ്പെട്ട ജോലി ഒരു ഓട്ടിസം കുഞ്ഞിനെ സൂക്ഷിക്കുന്നതാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ഞാനൊരു ദിവസം 5, 2, 3 ഒക്കെ ആൾക്കാരെ കാണത്തില്ലേ, എല്ലാം ചെറുപ്പകാരികളല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി മനസ്സ്. ഞാൻ പുറത്ത് കാണിക്കത്തില്ല. അതുങ്ങൾ ആ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞിനെ കൊണ്ട് പോകും. അപ്പം ഞാൻ ഓർക്കും, നമ്മളൊരു മഠത്തിൽ ചേർന്ന് ഒരു സിസ്റ്ററായിട്ട് ജീവിക്കണം വിചാരിച്ചു. ആ അനുസരണ, പിന്നെ അതുതന്നെ വ്രതവാഗ്ദാനത്തിലൂടെ, അതുപോലെ തന്നെ നമ്മളുടെ ചാസ്റ്റിറ്റി, ശുദ്ധത, പിന്നെ ദാരിദ്ര്യം ഒക്കെ കീപ്പ് ചെയ്ത് ഒരു സിസ്റ്റർ ജീവിക്കണില്ലേ. അവരവരുടെ വ്രതത്തിലൂടെയാണ് വിശുദ്ധകളായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. എന്നുവെച്ചാൽ അതായത് ആ വ്രതശുദ്ധിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അമ്മയ്ക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത്. പക്ഷെ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എല്ലാം ഈശോയെ പ്രതിയായിരിക്കണം. ഒരു കുരിശ് നമ്മൾ പറയണത് കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ എന്നല്ല പറയണത്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നാണ് പറയണത്. അല്ല, കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ രക്ഷിക്കാമെന്നല്ല പറയണത്. എന്താ പറയണത്? വിശുദ്ധ കുരിശിൻ്റെ എന്ന് വെച്ചാൽ ഒരു കുരിശ് പിതാവിൻ്റെ പേരിലെടുത്തപ്പോഴാണ് ഈശോയ്ക്ക് അത് വിശുദ്ധ കുരിശായത്. അതാണ് ഈശോ പറയണത്, എൻ്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് വിശുദ്ധ കുരിശായി. ഈശോയുടെ കുരിശ് ഈശോ അത് പിതാവിൽ നിന്ന് സ്വീകരിച്ച കാരണം ആ കുരിശ് വിശുദ്ധ കുരിശായി. 2 കള്ളന്മാരുടെ കുരിശുണ്ട് അവിടെ, അത് വിശുദ്ധ കുരിശല്ല, സാധാരണ കുരിശാണ്. അത് ശാപം പിടിച്ച കുരിശ് തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളുടെ ഒരു സങ്കടത്തെ, ഒരു സഹനത്തെ ശാപമായിട്ടെടുക്കാം, അതേസമയം വിശുദ്ധ കുരിശായിട്ട് എടുക്കാം. കാര്യം അപ്പോൾ ഉയർപ്പ് സുനിശ്ചിതമാണ്. ഇപ്പോൾ ഓട്ടിസം പിടിച്ച ഒരു കുഞ്ഞിനെ സൂക്ഷിക്കുമ്പോൾ ഓർക്കുന്നത് നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ മാതാവിന് നേരെ കണ്ട ആളാണ്, 1 അല്ല 2 പ്രാവശ്യം. അപ്പോൾ നിത്യജീവിതം എന്താണെന്ന് എനിക്ക് നല്ല സുന്ദരമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾ പറയുന്നത്, അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ ചുംബിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ നിങ്ങളെ രോഗികളെ, നേഴ്സുമാർ, എന്തുമാത്രം നേഴ്സുമാരാണ് അവിടെ എഴുതിയിരിക്കണേ. അപ്പോൾ അവരാ രോഗികളെ പോയി കാണുമ്പോൾ അവരെ കർത്താവ് നമുക്ക് ശുശ്രൂഷിക്കുമ്പോൾ അവരെ ആദരവോടെയാണ് അതിനോട് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ കുരിശാണെന്ന രീതിയിൽ ആദരവോടെ. അപ്പം അത് എല്ലാ കാര്യവും ഇങ്ങനെ വീടുകളിലാണെങ്കിലും നമുക്ക് ക്ലേശം പിടിച്ച വിഷയങ്ങൾ ചെയ്യുമ്പോൾ ആ കുരിശിനെ നിങ്ങൾ വിശുദ്ധ കുരിശാക്കണം. എങ്ങനെയാണ്? അത് സാധാരണ കുരിശായിരിക്കും. രോഗിയായ അമ്മുമ്മ വീട്ടിൽ കിടക്കുകയല്ലേ, സാധാരണ കുരിശാണത്. പുറം മുള്ളും എല്ലാം കട്ടലയിലാണ്, കുരിശാണ്. ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയും മലവാടി ചത്താൽ മതിയായിരുന്നെന്ന് പറയും ഇവർ. ആര്? നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു പോകും മനുഷ്യൻ. പക്ഷേ എന്നിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലും കർത്താവേ ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞത് വിശുദ്ധ കുരിശാക്കി മാറ്റണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം നിത്യത നമുക്ക് ഉറപ്പായി മുന്നോട്ട് പോകാൻ എന്തുമാത്രം അവസരങ്ങളുണ്ട്. ഈ വിശുദ്ധ വാരത്തിൽ എല്ലാം വിശുദ്ധമാക്കി മാറ്റാൻ തിരുക്കുമാരനും ഒത്തിരി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ പുണ്യഭൂമിയിൽ, ഈ അൾത്താരയിൽ, അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയതിനെ ഓർത്ത് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് ലെറ്റീഷ്യ ജെയിംസ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം കണ്ണാന്ത്ര ഇടവക സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2016 എനിക്കൊരു ഷോപ്പുണ്ട്. ആ ടെക്സ്റ്റൈൽസിലിരിക്കുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു വ്യക്തി എനിക്കൊരു പത്രം തരികയുണ്ടായി. ഞാൻ ആ ഹൗസ് ഓണറിനെയും ഒരു അമ്മയെയും കൂട്ടി ഇവിടെ വന്ന് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ബസ്സിൽ അലഞ്ഞു തിരിഞ്ഞാണ് ഞാൻ ഈ പുണ്യഭൂമിയിലെത്തിയത്. അന്ന് എത്തിയപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇന്ന് കാണുന്ന ഈ ഉടമ്പടി ക്ലാസ് അല്ല, അന്ന് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സിസ്റ്റേഴ്സ് മറ്റുള്ള പ്രേക്ഷിതരും ഒക്കെ തരുന്ന ക്ലാസ് കേട്ട് ആ ഉടമ്പടി എടുത്ത് ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ക്ലാസ് ഒന്നും മനസ്സിലായില്ല. അച്ഛൻ പറയുന്ന ഒരു വാക്കുകളും
കേട്ടിട്ട് മനസ്സിലായില്ല. ഒത്തിരിയേറെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ഇടിമുഴക്കം പോലെ കേട്ടിട്ട് ഇവിടെ വന്ന് കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇതിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ വിദേശത്ത് എൻ്റെ മക്കളുടെ അടുത്തായിരുന്നു. പ്രശ്നങ്ങൾ കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മക്കളുടെ അടുത്ത് കടന്നു പോയത്. അതും കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിലെത്തിയപ്പോൾ എൻ്റെ ഉറ്റ സുഹൃത്ത് ലിനി ഉദയൻ, അവളെന്നെ കയ്യോടെ പിടിച്ച് നീ വന്നേ പറ്റൂ, ഇനി നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൃപാസനത്തിൽ വീണ്ടും എന്നെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ച് ശരി ഞാൻ വരാം, പ്രാർത്ഥിച്ചിട്ട് ഞാനും എൻ്റെ ഒരു 5 വയസ്സായ കുഞ്ഞാടും കൊച്ചുവാവയുമായി വന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥന, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ ആ ബുക്കൊന്നുമില്ലാതെ ആ യൂട്യൂബിലൂടെ കേട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ഉൾപ്രേരണ എന്നെ ഒരുപാട് വലച്ചു. പരിശുദ്ധ അമ്മ എന്നെ വിളിക്കുന്നു, കൃപാസനത്തിൽ വരിക, ഉടമ്പടി എടുക്കുക, വരിക, ഉടമ്പടി എടുക്കുക. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വരണം, എനിക്ക് നീ പെട്ടെന്ന് മറ്റുള്ളവരെ കൂടെ കണ്ടെത്തി എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്ക് പറ്റില്ല. ഓരോ ദിവസവും അവളെ വിളിച്ച് ശല്യം ചെയ്തു. അവൾ ആൾക്കാരെ കവർ ചെയ്തു. എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ 20/4/2023 വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി പാലിച്ചു, കൃത്യമായി ഞാൻ പ്രാർത്ഥനകളും നിയോഗങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും കണ്ണീരോടെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭവനം, എനിക്കൊരു ഭവനമുണ്ട്. 16 വർഷം കൊണ്ട് ആ ഭവനമൊന്ന് പണിയുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. മഴ വന്നാൽ ചരുവമൊക്കെ വെച്ച് ഓടിട്ട വീടിന്ന് വെള്ളം പൊക്കിയെടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ. ഒരു രാത്രിയും മഴ വരുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. ഏത് വഴിയാണ് വെള്ളം വീഴുന്നതെന്ന് പുതുക്കിപ്പണി ഓട് റീസെറ്റ് ചെയ്താലും ചോർച്ചല. ആ ഒരവസ്ഥയിൽ ഉടമ്പടിയെടുത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പുതുക്കിപ്പണിയുവാനുള്ള വഴികൾ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ മകനിലൂടെ ദൈവം തുറന്നു തന്നു. അമ്മയുടെ പ്ലാൻ അനുസരിച്ച് അമ്മയുടെ കാശ് രൂപമൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു ഭവനം പരിശുദ്ധ അമ്മ എനിക്ക് നൽകി. ഓഗസ്റ്റ് 2024 ഞാൻ അവിടെ ആ ഭവനത്തിൽ കയറി താമസിക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൃപാസനം പ്രസാദവര മാതാവിനും. രണ്ടാമത്തെ സാക്ഷ്യം, 2009 പൂർവീകരുടെ സ്വത്ത് മമ്മി എനിക്ക് എഴുതി പ്രമാണം ചെയ്തു തന്നു. മുൻ പ്രമാണമില്ലാത്തതിനാൽ കരമെന്ന സാധനം അടച്ച് റെക്കോർഡിക്കലായിട്ട് അത് രേഖയൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ പരിശ്രമിച്ചു. 15 വർഷക്കാലം ഇതിൻ്റെ പിന്നാലെ നടന്നു, ഒന്നും തന്നെ നടന്നില്ല. രണ്ടാമത്തെ പുതുക്കലിന് ശേഷം റീസർവേ വന്നു. ആ റീസർവേയിൽ എനിക്ക് പരിശുദ്ധ അമ്മ, ഞാൻ അതിന് മുന്നോടിയായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ, എൻ്റെ കയ്യിൽ ഈ ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ, വേറെ പ്രമാണം ഒന്നും തന്നെയില്ല എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഉടമ്പടി പ്രാർത്ഥന വേളകളിലെല്ലാം ഞാൻ ഈ ഉടമ്പടി പത്രം എടുത്ത് വെച്ച് പ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ റീസർവേ നടന്നപ്പോൾ ആ റീസർവേയിൽ എൻ്റെ പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ 2024 തന്നെ എനിക്ക് ആ കരമടച്ച് ഇന്ന് രണ്ടാമത്തെ പ്രമാണത്തിൻ്റെ അവകാശിയാക്കി മാറ്റിയതിനോടൊപ്പം 2025 എൻ്റെ മകന് ഒരു ഭവനം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. 3 പ്രമാണത്തിൻ്റെ അവകാശിയായി ഇന്ന് പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം പ്രസാദമാതാവിനും ഈശോയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. മൂന്നാമതായി എനിക്ക് വയറുവേദന, നടുവേദന ഒക്കെ വരുമായിരുന്നു. ഞാൻ ആ നടുവേദന വന്നാൽ വളഞ്ഞാണ് നടക്കുക, കുനിഞ്ഞൊന്നും എടുക്കാൻ പറ്റില്ല. കിടക്കുമ്പോൾ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എഴുന്നേൽക്കത്തുള്ളായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ തരും, കുറച്ച് മെഡിസിൻ തരും, ഗ്യാസ് ആണെന്ന് പറയും, തിരിച്ചയക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വേറൊരു ഡോക്ടറിനെ കാണുവാൻ ദൈവം എന്നെ നിയോഗിച്ചു, പരിശുദ്ധ അമ്മ എന്നെ നിയോഗിച്ചു. ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ ഇത് സ്റ്റോൺ ആണ്, 5 mm വലുപ്പത്തിൽ നിൻ്റെ ഇവിടെ ഒരു സ്റ്റോൺ ഇരിപ്പുണ്ട്, കുറച്ച് നാൾ മെഡിസിൻ കഴിച്ചതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയെന്നതുപോലെ എനിക്കും ഭയങ്കര ഭയമായി. അതിനെ ഓർത്ത് ഒരുപാട് വേദനിച്ചു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് സർജറി ഇല്ലാതെ എനിക്കിത് സൗഖ്യം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ മെഡിസിനൊക്കെ മാറ്റിവെച്ച് 4ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഇവിടെ വന്നപ്പോൾ മെനോറ നിലവിളക്ക്, ആ നിലവിളക്കിൽ നിന്ന് ഇവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ആ തൈലമെടുത്ത് ടോപ്പ് പൊക്കി ഉദരത്തിലും സൈഡിലും ഒക്കെ ഇട്ട്
തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ആ തിരക്കിനിടയ്ക്ക് ഞാൻ ഇട്ടിട്ട് ഉടമ്പടി പുതുക്കുവാനായിട്ട് പോകുന്നതിന് മുന്നോടിയായി തന്നെ ആ സെക്കൻഡിൽ അതിഭയങ്കരമായ വയറുവേദന, നടുവേദന. അപ്പോൾ ഞാൻ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിച്ചു, അമ്മ കീഹോൾ സർജറി ചെയ്യുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അമ്മ നടത്തിക്കോളൂ, അമ്മ മാതാവേ, എനിക്ക് ആ ഉടമ്പടി പുതുക്കുവാൻ പോകുമ്പോൾ ആ ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കണം. അത് കഴിഞ്ഞ് മാത്രമേ എനിക്ക് കീഹോൾ സർജറിക്ക് വാഷ്റൂമിൽ പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് നടക്കുന്നതിനിടയ്ക്കും എന്നെക്കൊണ്ടൊരു നിമിഷം പോലും അവിടെ ഇരിക്കുവാൻ സാധിച്ചില്ല. പകുതിയാകുന്നതിന് മുൻപ് വാഷ്റൂമിൽ പോയി എനിക്കിത് കാണണം. എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നിലത്താണിരുന്നത്. ആ നിലത്തിരുന്നപ്പോൾ നല്ല ശബ്ദത്തോടും കൂടെ ഒരു കല്ല് തെറിച്ചു പോയി. എടുക്കാൻ പറ്റിയില്ല. അമ്മ എനിക്ക് കീഹോൾ സർജറി ചെയ്ത് എനിക്ക് സൗഖ്യം നൽകി. അതിനുശേഷം ഇന്ന് വരെ ഒരു വേദന വരികയോ ഞാനൊരു ഡോക്ടറിനെ കാണുകയോ ചെയ്തിട്ടില്ല. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് സർജറി ഇല്ലാതെ പരിശുദ്ധ അമ്മ കീഹോൾ സർജറി ചെയ്ത് എൻ്റെ ശരീരത്തിൽ കത്തിവെക്കാതെ അമ്മ കീഹോൾ സർജറി ചെയ്ത് എനിക്ക് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര പാടിപ്പുകഴ്ത്തിയാലും മതിയാവില്ലല്ലോ. ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. അടുത്തതായിട്ട് ഞാനൊരു 2 വീലർ ഉണ്ട്, എനിക്ക് 4 വീലർ ഓടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം. ഞാൻ ഒത്തിരി വർഷം കൊണ്ട് അത് പഠിക്കുകയാണ്. ടെസ്റ്റിന് പോകും, പരാജയപ്പെടും. തോറ്റ് തുന്നമ്പാടി 5 തവണയും തിരിച്ച് വീട്ടിലെത്തി. 6ാമത്തെ തവണ പോയപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈസൻസ് അമ്മ തരണം. ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളൊക്കെ കൊണ്ടാ പോയെ. ഉടമ്പടി തൈലമൊക്കെ നെറ്റിയിൽ പൂശി അന്ന് ദിവ്യബലിയിൽ പോയി പങ്കെടുത്തു. വേറൊരു ഇടവകയിൽ പോയി പങ്കെടുത്തു. അവിടെ വെച്ച് ഞാൻ വേറൊരു ഇടവകയിൽ പൊതുവായി പോയിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിച്ചതിന് ശേഷമാണ് ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഞാൻ പോയത്. ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇത് ലൈസൻസ് തന്നാൽ ഞാൻ ഈ വേദിയിൽ, ഈ പുണ്യഭൂമിയിൽ, ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അമ്മ എനിക്ക് വിജയകരമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് കിട്ടി. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപാസന മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, എനിക്കൊരു പ്രെയർ ഗ്രൂപ്പുണ്ട്, മാതാ പ്രെയർ ഗ്രൂപ്പ്. അതിലൂടെ ഞാൻ മെസ്സേജുകൾ കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനായിട്ട്. അപ്പോൾ ഞാൻ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ ദേശത്തുള്ള എല്ലാ അനാഥാലയങ്ങളിലും, ഏകദേശം അനാഥാലയങ്ങളിലും എന്നെ അറിയാം. ഞാൻ അവിടെ പോകാറുണ്ട്. അവിടെ എത്ര പേരുണ്ടെന്ന് അന്വേഷിക്കും. അവർക്കുള്ള ഫുഡുകൾ കൊണ്ട് ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കും. എല്ലാവരോടും ദിവ്യബലിക്ക് ഞാൻ പോകുമ്പോൾ കാണുന്നവരോടൊക്കെ ചോദിക്കും, 2 പൊതി ചോറ് തരാവോ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോളാം. ചേച്ചി വരുമോ? ഞാൻ വരാം, ഞാൻ വന്ന് കളക്ട് ചെയ്യാം. ഞാൻ സമയം പറയും, അവരുടെ വീടുകളിൽ പോയി കളക്ട് ചെയ്ത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കിറങ്ങിയ പോരാട്ടത്തിന് എൻ്റെ ആ കൂട്ടുകാരി, ആദ്യം ഞാൻ എന്നെ കൊണ്ടുവന്ന കൂട്ടുകാരിയായിരുന്നു, അവൾ മുഖേനയാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇന്ന് ഞങ്ങൾ രണ്ട് സെപ്പറേറ്റായി. ഒരുപാടധികം ഫുഡ് ആയതുകൊണ്ട് ഒരു 2-3 ആലയങ്ങൾ കൂടെ നമ്മൾ അതിന് വേണ്ടി കണ്ടെത്തി. ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് 2 അനുജത്തിമാരെ കൂടെ കിട്ടി. അപ്പോൾ 3 2 വീലറുകളായിട്ട് 150 പേരുടെ ഫുഡ് അനാഥാലയങ്ങളിൽ ഓട്ടിസം ബാധിച്ച മക്കൾക്ക്, മക്കൾ ഉപേക്ഷിച്ച അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. ഇന്നലെ 150 പേരുടെ ഫുഡ് ഞങ്ങൾ 5 പേര് കൂടെ ചേർന്ന് 3 2 വീലറിൽ പോയി RCCയിൽ വിതരണം ചെയ്തിട്ടാണ് വരുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി, ആ അപ്പച്ചന്മാർക്ക് വേണ്ടി. തിങ്കളാഴ്ച മാനസിക വിഭ്രാന്തിയുള്ള മക്കൾ, ആ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തു. പുതിയ വസ്ത്രങ്ങൾ ആ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഞ്ഞേ, വെള്ളിയാഴ്ച അവർക്കിടാനായിട്ട് ഒരു പുതിയ ഷർട്ട് മേടിച്ച് തരാവോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരെയും അറിയിച്ചു, നിങ്ങൾ റോബിൻസ് അച്ഛൻ ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുമെന്ന്. 1 മണിക്കൂർ കൊണ്ട് 17,300 രൂപ എൻ്റെ അക്കൗണ്ടിൽ ലഭിച്ചു. ഞാൻ അവർക്ക് 24 ഷർട്ട്, 4 ടീഷർട്ട്, 12 മുണ്ട്, 2 ചെരുപ്പ് ഒക്കെയും വാങ്ങിച്ചു കൊടുത്തു. അവർ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള വലിയൊരു കൃപ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നാളെ വാർദ്ധക്യത്തിൽ 1 ഗ്ലാസ് വെള്ളം ലഭിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട് കണ്ട നമ്മൾ ചെയ്യുന്നത്, ഇന്ന് അവർക്ക് ചെയ്താൽ ദൈവം പറയും പോലെ ഈശോയ്ക്ക് ചെയ്യുന്നതാണ് ഞാനെന്ന്. പിന്നെ മറ്റൊന്ന്, ഞാൻ ദിവ്യബലിക്ക് പോകുമ്പോൾ മുട്ടിലിരുന്നാണ് ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കാറ്. ഞാൻ മുട്ടിലിരുന്ന് ആ ദിവ്യബലി തീരുന്നതുവരെയും ആരും എന്നെ എന്തും പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടെ മുട്ടിലിരുന്ന് ഞാൻ കരഞ്ഞാണ് എൻ്റെ ഈശോയോടടുത്ത് ഓരോ കാര്യങ്ങളും ചോദിക്കുക. ഓരോ ദിവസവും ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ, എന്നെ
പാപം ചെയ്ത് ഈശോയുടെ മുൻപിൽ തല കുനിക്കുവാൻ അനുവദിക്കരുതേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. കുമ്പസാരക്കൂട്ടിൽ എന്നെ കൊണ്ടെത്തിക്കരുതേ എന്ന്. കാരണം ആ ഈശോയുടെ മുഖം നോക്കുമ്പോൾ ഞാൻ ഒരുപാട് വേദനിക്കാറുണ്ട്. ഈശോയുടെ സഹനമൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ ദിവ്യബലിയിൽ പോകുമ്പോൾ ഈശോയെ അടിക്കുന്നത് അതൊക്കെ എനിക്ക് ദൈവം കാണുന്നത് പോലെ എൻ്റെ മനസ്സിലൂടെ ഓടി വരാറുണ്ട്. കുരിശിൻ്റെ വഴിയൊക്കെ ഞാൻ മുട്ടിലിരുന്നാണ് ഈ 14 സ്ഥലവും 1 മണിക്കൂർ. ഞാൻ ഈ ചൂടിലും ഞങ്ങളുടെ അവിടെ പുറത്താണ് കുരിശിൻ്റെ വഴി നടക്കുക. ഈ വെയിലിൽ കുരിശിൻ്റെ വഴിയൊക്കെ മുട്ടിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തിലൂടെ കടന്നു പോകുന്നു. ദൈവം തന്ന, പരിശുദ്ധ അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കൃപാസനം പ്രത്യക്ഷീകരണ മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും വലിയ സാക്ഷ്യങ്ങളുമായി, ഇതെൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്, വലിയ സാക്ഷ്യവുമായി കടന്നു വരുവാൻ പരിശുദ്ധ അമ്മേനെ അനുഗ്രഹിക്കട്ടെ. കൃപാസനത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ജോസഫ് അച്ഛന് വേണ്ടി എല്ലാ ദിവസവും ദിവ്യബലിയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ ഈശോയുടെ തിരുവോസ്തിയും ഈശോയുടെ തിരുരക്തം ഒഴുക്കുന്ന സമയം ഞാൻ പ്രാർത്ഥിക്കും. എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും ഈശോയുടെ ഈ തിരുരക്തം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഓട്ടിസം ബാധിച്ച മക്കളുടെ മേൽ ഒഴുക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഇന്ന് ഞാൻ ആ രാവിലെയുള്ള 5:30 ആ പ്രാർത്ഥനയുണ്ടല്ലോ, ഡെയിലി ബെഡ്, അത് കേട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ആദ്യത്തെ പ്രെയർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് കേട്ട് അതിൽ അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കും, സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട്. ഞാൻ യൂട്യൂബിലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും പ്രത്യേകിച്ച് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് കൊടുക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ മസ്റ്റായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലും സാക്ഷ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പ്രാർത്ഥനകളൊക്കെ വചനം വായന ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. 17ാമത്തെ റൗണ്ട് ബൈബിൾ വായന എൻ്റെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. സങ്കീർത്തനം 27:5 വചനമാണ്. ദൈവമാണ് നമ്മുടെ അഭയം. മരിയൻ ഉടമ്പടിയിലൂടെ നാം നമ്മുടെ ജീവിതമാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഉടമ്പടി മക്കളെ ഓരോരുത്തരെയും പാറമേൽ ഉയർത്തി നിർത്തുന്നത്. നമ്മുടെ ദൈവം ഈശോ നമ്മുടെ കരങ്ങൾ പിടിച്ചാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കഷ്ടതയിലും വേദനകളിലും ദുഃഖങ്ങളിലും ക്ലേശകാലത്ത് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലാണ് നാം ഓരോരുത്തരും അഭയം പ്രാപിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഈശോയുടെ അമ്മയുടെയും സ്നേഹവും കാരുണ്യവും കരുതലുമെല്ലാമാണ് നാം അടുത്തറിയുന്നത്. രോഗസൗഖ്യവും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്ന ഒരമ്മയാണ് കാണുന്നത്. ഒരുപക്ഷേ ഈ മകൾ ജീവിച്ച ആ പ്രേക്ഷിത പ്രവർത്തനമായിരിക്കാം. അച്ഛൻ പലപ്പോഴും ജോസഫ് അച്ഛൻ നമ്മളോട് പറയും, വിശേഷവിധിയായിട്ട് നാം എന്താണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്നാണ്. ഈ മകളൊരു ഗ്രൂപ്പ്, പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ പ്രാർത്ഥന ഗ്രൂപ്പുകളിലാണ് വീടുകൾ തോറും സ്വന്തമായിട്ട് ചോറുംപൊതി തയ്യാറാക്കുകയും മറ്റുള്ളവരോടും ചോറുംപൊതി തയ്യാറാക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുകയും പിന്നെ ഓരോ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലൊക്കെ ചെന്ന് സഹായിക്കാനും അവർക്ക് വേണ്ടതുള്ളതെല്ലാം ചെയ്യാനായിട്ടുള്ള ആ കൃപ, ആ അനുഗ്രഹം ദൈവം കൊടുത്തത് ഒരുപക്ഷെ അത് ഒരു വിശേഷവിധിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം സമയം കണ്ടുപിടിച്ച് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് ഈശോയും അമ്മയും കൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ മകൾക്ക്. ഇത്രയുമൊക്കെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഈശോയും അമ്മയും ഈ മകളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുമോ? അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈശോയുടെ കരം പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകളുടെ ആ തീഷ്ണതയാണ് ഈശോയും അമ്മയും കൂടുതൽ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ പാത വിശാലമാക്കി തരുന്ന, നമ്മുടെ കാലുകൾ വഴുതി വിടാൻ സാധിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ക്ലേശകാലത്ത് ഈ കൂടാരത്തിൽ വന്ന് കരയുമ്പോൾ നമ്മുടെ വേദന കണ്ണീരൊപ്പുന്ന ഒരമ്മയാണ്, നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ഉയർന്ന പാറമേൽ ഉയർത്തി നിർത്തുന്നത്. പരിശുദ്ധ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കാം. സങ്കീർത്തനം 3:4-5 വചനം പറയുന്നത് പോലെ, ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുന്നു. ഞാൻ ശാന്തനായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമുക്കും ആ കരങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം.
ലത്തിഷ ജെയിംസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് മിന്ന, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവക കോർമലപ്പള്ളിയാണ്. ഇതെൻ്റെ അമ്മ, അമ്മയുടെ പേര് ആനി, ഇതെൻ്റെ 2 മക്കൾ. ഞാനിവിടെ ഞാൻ ഉടമ്പടി എടുത്തത് ജാനുവരി 16, 2024 എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലാണ്. അപ്പം ഞാനിവിടെ സാക്ഷ്യം 2ാമത്തെ തവണയാണ് ഇപ്പോൾ സാക്ഷ്യം പറയാൻ കയറിയിരിക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് 36 വർഷമായിട്ട് വീടുണ്ടായിരുന്നില്ല. വാടകയ്ക്കാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ചതും സ്വപ്നം കണ്ടതുമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട്, ജോസഫ് അച്ഛനെ കണ്ട്, ഡോക്ടറിൻ്റെ അടുത്ത് കണ്ടിരുന്നു. അപ്പം ഞങ്ങളുടെ വാടക ചീട്ടിൻ്റെ കരാറിൽ അച്ഛൻ ഇവിടെ വെച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ച്. അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ അഡ്വാൻസ് എമൗണ്ട് എത്രയാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ എമൗണ്ട് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കൊടുക്കാനായിട്ട് 5000 എമൗണ്ടാണ് അഡ്വാൻസ് കൊടുക്കാനായിട്ട് വിചാരിച്ചിരുന്നത്. ആ എമൗണ്ട് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത മാസം തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചാലും ഞങ്ങൾ എന്താണോ ഞങ്ങൾ ആഗ്രഹിച്ചത് അതിലും ഭംഗിയായിട്ട് അതിലും നല്ലൊരു വീട് ഞങ്ങൾ ആഗ്രഹിച്ചത് പള്ളിയുടെ അടുത്ത്. ഞങ്ങൾക്ക് എന്നും പള്ളിയിൽ പോയി വരാൻ പറ്റാവുന്ന ഇത് എളുപ്പത്തിനും പള്ളിയുടെ അടുത്തായിട്ട് ഞങ്ങളൊരു ഭവനാണ് ആഗ്രഹിച്ചത്. ഞങ്ങൾക്ക് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ മണിയടിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കാം. ആ സമയം ഞങ്ങൾക്ക് പോയാൽ മതി. അത്ര ഇതിൽ മാതാവ് ഞങ്ങൾക്കൊരു വീട് തന്ന്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് വലിയ എമൗണ്ട് ആവും വീടിന്, പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ചെറിയ എമൗണ്ടിന് തന്നെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ തന്നെ ആ വീടിൻ്റെ എമൗണ്ട് ഞങ്ങൾക്ക് മാതാവ് കുറച്ച് സ്വന്തമായിട്ടുള്ളൊരു ഭവനം ഞങ്ങൾക്ക് അവിടെ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അത് അച്ഛനിവിടെ ഡെയിലി ബ്രെഡിൽ 7 എന്ന് പറഞ്ഞൊരു നമ്പർ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആ വീടിന് അഡ്വാൻസ് കരാറെടുത്തത് ഞങ്ങൾ ഫെബ്രുവരി 17 ഈ 2026. അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു മാതാവ് തന്ന അനുഗ്രഹത്തിൻ്റെ, മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് എപ്പോഴും. മാതാവ് തന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ഭവനം ഞങ്ങൾക്ക് മാതാവ് ഇന്ന് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ അമ്മയ്ക്ക് നടുവേദന 4 വർഷമായിട്ട് നടുവേദനയായിരുന്നു. കുനിഞ്ഞിന്ന് ഒരു തുണി താഴെ വീണാൽ പോലെ എടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വേദന എൻ്റെ അമ്മ സഹിച്ചിട്ടുണ്ടായിരുന്നു. 2024 2025 ജപമാല റാലിയിൽ എൻ്റെ അമ്മ ഇവിടെ പ്രാർത്ഥനയോടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് 2025 ജപമാല റാലി കഴിഞ്ഞ് അമ്മ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു മൈനർ അറ്റാക്ക് വന്നിരുന്നു. അതിൻ്റെ ഇതിൽ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞിരുന്നു, ഡോക്ടർ ഇങ്ങനെ അമ്മയ്ക്ക് നടുവേദനയും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഡോക്ടർ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം നടുവേദനയ്ക്ക് കാണിച്ചപ്പം ഞങ്ങൾ കറുകുറ്റിയിൽ അപ്പോളയിലാണ് കാണിച്ചത്. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അമ്മയുടെ താഴത്തെ 2 ഡിസ്ക് വിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതായത് അവിടെ അപ്പം തന്നെ ഓപ്പൺ സർജറി ചെയ്ത് ശരിയാക്കിയില്ലെങ്കിൽ അമ്മയ്ക്ക് ഇനി എണീച്ച് നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മൈനർ അറ്റാക്കുമായിട്ട് ഹോസ്പിറ്റലിൽ അടങ്ങുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞതിൻ്റെ ഭാഗമായി ഡോക്ടർ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ എടുത്തു നോക്കി. അന്ന് എക്സ്റേയിൽ കാണിച്ച ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് അങ്ങനെ ഒരു വിള്ളൽ ആ നടുവിൻ്റെ ഡിസ്കിന് ഇല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു നടുവേദന ഉണ്ടായിരുന്നോ എന്നാണ് ഡോക്ടർ ചോദിച്ചിരുന്നത്. ഇത്രയും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിനോടും ബിഷപ്സിനോടും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഞങ്ങളെ കൊണ്ട് ആവുന്ന എന്ത് സഹായമായാലും ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു പ്രായമായ ഒരു അമ്മച്ചി
എല്ലാ മാസവും മുടങ്ങാണ്ട് ആൾ വരും. ഞങ്ങളുടെ അടുത്ത് നിന്ന് വയ്യ, ആൾക്ക് മെഡിസിൻ വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന മാസം ആൾ പറഞ്ഞത് ആൾക്ക് ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അപ്പോൾ അത് പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങളതിൽ കഴിയുന്ന സഹായം ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുത്തു. അതുപോലെ തന്നെ ഇവിടുന്ന് വാങ്ങുന്ന കൃപാസന പത്രം എല്ലാവർക്കും ഞങ്ങൾ വിശ്വാസ പ്രമാണം എത്തിച്ച്, എല്ലാവരുടെയും കയ്യിൽ വിശ്വാസ പ്രമാണം എത്തിച്ച് ഞങ്ങൾ കൊടുക്കാറ്. എല്ലാവരും അത് സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ കൃപാസന പത്രം ആരുടെ കയ്യിലൊക്കെ എത്തുന്ന അവർക്കും അനുഗ്രഹങ്ങൾ നീ കൊടുത്തേക്കണേ. പിന്നെ ഞങ്ങളുടെ അടുത്ത് നേർച്ചൂപ്പ് ഇവിടുന്ന് ചോദിക്കാറുണ്ട്, തേനും ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 2 മക്കൾക്കായാലും ഞങ്ങൾ വീട്ടിലായാലും ഞാനും അമ്മയായാലും ഫുഡ് കഴിക്കുമ്പോൾ ഒരു നുള്ളു ഇവിടുത്തെ നേർച്ച ഉപ്പ് വിശ്വാസ പ്രമാണം എത്തിച്ച് ഞങ്ങൾ ആ ഭക്ഷണത്തിൽ ഞങ്ങൾ ചേർക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നേ വരെ ഞങ്ങൾക്ക് വേറെ അസുഖങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പം എൻ്റെ പിള്ളേർക്ക് വരെ മാതാവ് ഒരു രക്ഷാ കവചമായിട്ട് എപ്പോഴും നിന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും മാതാവിനോട് ഞാൻ നന്ദി പറയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂർ IT കമ്പനിയിലാണ്, വിപ്രോയിൽ. അവിടെ ഞങ്ങൾക്ക് ഓരോ ടൈമിങ്ങിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നൂണ് 12 മണി തുടങ്ങി 9:30 വരെ ഷിഫ്റ്റ്, നൈറ്റ് മോർണിംഗ് ഷിഫ്റ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ അച്ഛൻ്റെ ഇവിടുത്തെ ചൊവ്വാഴ്ചയിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനം ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാം എനിക്ക് എന്ത് ജോലി ഉണ്ടെങ്കിലും എന്ത് തിരക്കിലാണെങ്കിലും ഞാൻ ആ ഉടമ്പടി ധ്യാനം ഇവിടെ നിന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ യൂട്യൂബിൽ ലൈവായിട്ട് ഞാനത് കണ്ട് ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് എനിക്ക് ആശീർവാദം കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ എല്ലാ വർക്കും ഞാൻ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു എനിക്ക് കമ്പനിയിൽ. അപ്പം 2-3 പ്രാവശ്യം ഞാനത് സ്റ്റെപ്പ്ലെസ് എക്സാമാണ് 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും എനിക്കത് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ ഇവിടെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കും. 5:30 കറക്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. അതിൽ 7 എന്ന് പറഞ്ഞ നമ്പർ ആദ്യം 17 കരാറെടുത്തത് ഞാൻ വിശ്വസിച്ചു. രണ്ടാമത് 7 എന്ന് പറഞ്ഞ നമ്പർ വന്നപ്പോഴും അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എക്സാമിൽ മാതാവ് എന്തായാലും എന്നെ പാസ്സാക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ലാസ്റ്റ് എഴുതിയ എക്സാം മാതാവിൻ്റെ കാശ് രൂപവും പിടിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കതിൽ കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 73 ആണ്. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചത് അച്ഛൻ പറഞ്ഞ നമ്പർ എനിക്ക് കിട്ടുന്ന എക്സാം റിസൾട്ടിൻ്റെ മാർക്കാന്നുള്ളത് എനിക്കപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായി. മാതാവ് ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് മാതാവിനോടും ഈശോപ്പച്ചനോടും ഒരുപാട് നന്ദി ഞാൻ പറയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനം. ഈ ചെറിയവരിൽ ഒരുവനെ, ശിഷ്യനെ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവനെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മിന്ന ബാബു എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം വന്ന് നമ്മുടെ മുൻപിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും വലിയൊരു സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. സാക്ഷ്യങ്ങൾ ഏറ്റുപറയുന്നവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ അസാധ്യമായ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ വലിയ അടിസ്ഥാന തത്വത്തിൽ, ഉടമ്പടി തത്വത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കാണ് ഇന്ന് മിന്ന ഇവിടെ വന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത്. 36 വർഷമായിട്ട് ഇവർക്ക് വീട് എന്നൊരു സ്വപ്നം മാത്രമായിരുന്നു. 36 വർഷത്തോളം അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വളരെ വേദനയോടെ ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അവരുടെ ഡോക്യുമെൻ്റ് അവർക്ക് സമർപ്പിക്കാനുണ്ടായത്, അവരുടെ വാടക ചീട്ടാണ് അവർക്ക് സമർപ്പിക്കാനുണ്ടായത്. അച്ഛന് വാടക ചീട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നൽകിയൊരു സന്ദേശം അതായിരുന്നു: നിങ്ങൾ വാടകയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനിരിക്കുന്ന പൈസ എടുത്ത് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക. അന്ധമായി വിശ്വസിക്കുന്ന ഇത് എങ്ങനെ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് വാടകയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനിരിക്കുന്ന പൈസയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കാനായി ഒരു ദൈവപുരുഷൻ പറയുന്നത് എന്ന് മനസ്സിലാക്കി
അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ പത്രം വാങ്ങിയും മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു വലിയ കർമ്മം ചെയ്തപ്പോഴാണ് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്കൊരു വീട് എന്ന സാധ്യത, ഒരു വളരെ നല്ല വീട് അവർ ആഗ്രഹിച്ചതിലപ്പുറം പള്ളിയോട് ചേർന്ന് അവർക്കെന്നും ദിവ്യബലിക്ക് പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു നല്ല വീട് അവർക്ക് നൽകി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ 2 ഡിസ്ക് അകന്ന ഒരു സൗഖ്യത്തെക്കുറിച്ച് പറയുന്നു. ജപമാല റാലി 2023 അതിനുശേഷം 3 വർഷത്തിന് ശേഷം അമ്മയ്ക്കുണ്ടായ ഒരു വലിയ സൗഖ്യത്തെക്കുറിച്ചാണ്. ഒരു മൈനർ അറ്റാക്കിലൂടെയാണ് ഈ അമ്മയ്ക്ക് ആ ഡിസ്കിൻ്റെ പ്രോബ്ലം ഇല്ല. ഇവർ കൃത്യമായി തൈലം പൂശി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കുകയും ചെയ്തപ്പോൾ ജപമാല റാലിക്ക് ശേഷമുണ്ടായ ഒരു വലിയ അത്ഭുതമാണ്. നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ രാജ്യസേവകൻ വന്ന് തൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ വിചാരിച്ചു കാണും, ഞാനൊരു രാജ്യസേവകനാണ്, ഈശോ എൻ്റെ കൂടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകനെ സുഖപ്പെടുത്തും. പക്ഷേ ഈശോ പറഞ്ഞത്, നീ പോയിക്കൊള്ളുക, നീ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ നിൻ്റെ മകൻ സുഖപ്പെട്ടുകൊള്ളുമെന്നാണ്. അദ്ദേഹം പോകുന്ന വഴിയിൽ വെച്ച് തന്നെ മകൻ സുഖപ്പെട്ടുവെന്ന് ഭൃത്യന്മാർ അദ്ദേഹത്തെ വന്ന് അറിയിക്കുന്നതായി നാം സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. ആ ഈശോ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന, സുഖപ്പെട്ടുകൊള്ളും എന്ന് പറയുന്ന ആ നിമിഷത്തിൽ തന്നെ, ആ മണിക്കൂറിൽ തന്നെ മകൻ സുഖപ്പെട്ടതായി സുവിശേഷം നമ്മെ അറിയിക്കുന്നുണ്ട്. യേശുവിൽ നിന്ന് ഒരു ജാമ്യം എടുക്കാൻ, ഒരടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വിഷയത്തിനെ അല്ല പ്രധാനം എന്ന് തീർത്ത് പറയാൻ, വിഷയവും ദൈവവുമായി നാം ഉടമ്പടി ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ നടുവേദനയാണോ, എനിക്ക് ഈശോ ആണോ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ഈശോ ആണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എങ്കിൽ എൻ്റെ സൗഖ്യങ്ങളും എൻ്റെ സങ്കടങ്ങളും എല്ലാം ഈശോ ഏറ്റെടുക്കുന്നതായിട്ടാണ് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഉടമ്പടി ഉഴപ്പിയിട്ടും അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ഭാവി ദൈവം വർത്തമാനമാക്കി മാറ്റുന്നുണ്ട്. ഈശോ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വർത്തമാനമായി, പ്രസൻറ്റായി നിൽക്കുന്നു എന്ന് നാം വായിച്ചെടുക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. നമുക്കെപ്പോഴും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. കാരണം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അവിടുന്ന് അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നമ്മോട് ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമുക്ക് ഉടമ്പടി നൽകുന്ന ഒരു വലിയ തീരുമാനവും ഉറപ്പും. നമുക്കെപ്പോഴും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് നമുക്ക് നന്ദി പറയാം. നമുക്ക് എപ്പോഴും ഉടമ്പടിയിലായിരിക്കാം, നമുക്ക് വിശ്വസ്തരായിരിക്കാം. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും നാം വിശ്വസ്തരായിരിക്കുമ്പോൾ ഭൃത്യനോട് പറയുന്നത് പോലെ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് ഞാൻ നിനക്ക് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അത്രമാത്രം വിശ്വസ്തത ഈശോയ്ക്ക്, നമുക്കും ഈശോയ്ക്കും ഉണ്ടെന്നുള്ള എഗ്രിമെൻ്റ് നമുക്ക് എപ്പോഴും ഉറപ്പിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. മിന്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നായരമ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസം 25-ാം തീയതിയാണ്. ഇതിൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. ഒരു തവണയാണ് ഞാൻ ആൾത്താരയിൽ പറഞ്ഞത്. ആദ്യത്തെ തവണ എനിക്ക് പറയാനായിട്ടൊരു സാഹചര്യം ലഭിച്ചില്ല. അപ്പോൾ ഞാൻ പറയാനായിട്ടിരിക്കുന്നത്, എൻ്റെ ഒരു ഭവനമില്ലായിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും മാതാവിനോട് പ്രാർത്ഥിച്ച് ഇരുന്നതിന് ഫലമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സാലറി വാങ്ങുന്ന ബാങ്കിൽ നിന്ന് ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് എനിക്കത് നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാനത് വീണ്ടും ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് എന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ യാതൊരുവിധ അക്കൗണ്ട് പോലും ഇല്ലാതിരുന്നൊരു ബാങ്കിൽ നിന്ന് എനിക്ക് വീടിന് ലോൺ അനുവദിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തി വിളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ശേഷം എൻ്റെ സിവിൽ സ്കോർ അവർ നോക്കിയതിന് ശേഷം എനിക്ക് എമൗണ്ട് വളരെ കുറവേ തരികയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിരുന്നത്. പക്ഷെ അവർ തരുന്ന ആ ഒരു എമൗണ്ടിന് എനിക്ക് വീട് പണി പൂർത്തിയാക്കുക എന്നുള്ളൊരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ വീട് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആ ഒരു പ്രോപ്പർട്ടിയിൽ പോയി 4 അതിലും ഉടമ്പടി ഉപ്പ് സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലൊരു തുക തന്ന് അവർ ബാങ്കിൽ നിന്ന് എന്നെ സഹായിക്കുകയും നല്ലൊരു ഭവനം പണിയർന്ന് എനിക്കത് വരയിൽ കയറുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇത്രയും ചെയ്ത ദൈവമാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഹാംഫുള്ളായിട്ടുള്ളൊരു കെമിക്കൽ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു സുഹൃത്തിൻ്റെ നിന്ന് കൈ വഴുതി അത് ബോട്ടിൽ താഴെ വീഴുകയും ആ ഒരു ലിക്വിഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലിക്വിഡ് എൻ്റെ കണ്ണിലേക്ക് വീഴുകയും ചെയ്തു.
ആ സമയം എനിക്ക് വളരെ പൊകിച്ചിലും വേദന അനുഭവിച്ചെങ്കിലും ഞാൻ ഉടനെ കണ്ണ് കഴുകിയപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയായിരുന്നു. ശേഷം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയ സമയത്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ പോണ വണ്ടികളുടെ ബോർഡോ അല്ലെങ്കിൽ ഒരു സാധനം എനിക്ക് കാണാനായിട്ട് പറ്റില്ല. പിറ്റേന്ന് ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടർ പറഞ്ഞ് കണ്ണിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അവരുടേതായ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കണ്ണട വെക്കേണ്ടി വരും. അപ്പോൾ അത് കണ്ണട വെച്ചാൽ തന്നെ പരിപൂർണമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് റിക്കവർ ചെയ്ത് പിന്നീട് കണ്ണട വേണ്ടാത്തൊരു സാഹചര്യത്തിൽ പോകാൻ പറ്റുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാനൊന്നുമില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലയിൽ നിങ്ങൾക്ക് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണട വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ കണ്ണട വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. പിന്നെ ഈ ഒരു പ്രായത്തിൽ നല്ലൊരു പ്രായത്തിൽ തന്നെ കണ്ണട വെച്ച് എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് വളരെ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിപ്പോഴേ ഈ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെച്ച് നടക്കണ്ട. ഞാനപ്പോൾ ഉടമ്പടി തൈലം ആ കണ്ണുകളിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അധികം വൈകാതെ തന്നെ ആ കണ്ണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായും മാറിക്കിട്ടി. അപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷം കണ്ണട വെക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ തുള്ളി വരുന്ന അല്ലെങ്കിൽ യാതൊരുവിധ മെഡിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിച്ചില്ല. എനിക്ക് കണ്ണട പോലും ഒരു നിമിഷം പോലും വെക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. ആ ഒരു ഉടമ്പടി തൈലം പുരട്ടി തന്നെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം തന്നതിനെ അനുഗ്രഹിച്ചു. ഇത്രയും ചെയ്തെന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 2-3 കൊല്ലത്തിൽ കൂടുതലാണെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് ജപമാല ചൊല്ലുക എന്നുള്ളതിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് എന്താ പറയുക, അരമണിക്കൂർ കൊണ്ട് തീരുമെങ്കിലും എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ വന്നിരുന്ന സംഭവം തന്നെയായിരുന്നു. പള്ളിയിൽ പോകുമെങ്കിലും ജപമാല ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് കാരണന്മാർ ചെയ്യേണ്ട പരിപാടിയാണെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. വീട്ടിലെ അമ്മമ്മയും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ ഈ എന്താ പറയുക വീട്ടിൽ കാല് നീട്ടി വെച്ചിരുന്ന് ചെല്ലേണ്ട ആൾക്കാർ ചെയ്യേണ്ട പ്രാർത്ഥനയെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക വണ്ടി ഓടിക്കുമ്പോഴും ഒരു ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങളായിപ്പോലും കൊന്ത ചെല്ലാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കൂടാതെ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരി തവണ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഫാദർ ഉടമ്പടി എടുത്തില്ലെങ്കിൽ പോലും പുള്ളിക്ക് വീട്ടിൽ ജപമാല ചൊല്ലുമ്പോൾ ഒരു ഇത്തിരി മടുപ്പുള്ള വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും പുള്ളി ഞാൻ ഈ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് പുള്ളി ഒരു താല്പര്യം എന്നോട് കാണിച്ചിരുന്നില്ല. പ്രാർത്ഥന ചെല്ലുമ്പോഴും പുള്ളി ഒരു എന്താ പറയുക ഇതൊരു ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കച്ചവടമല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അവസാനം എന്നെ ഇതിന് ഉത്സാഹപ്പെടുത്തിയിരുന്ന ആൾ പിന്നെ പിറ്റത്തെ കൊല്ലം എൻ്റെ പ്രാർത്ഥന കണ്ട് എൻ്റെ കൂടെ ജപമാല റാലിക്ക് വന്ന് പുള്ളി ജപമാലയെല്ലാം തുടങ്ങി. ഇപ്പം ഞങ്ങളോട് കൂടെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് കിട്ടിയിരുന്ന പത്രങ്ങൾ ആദ്യമേ കൊടുക്കാനായിട്ട് എനിക്ക് വളരെ ഭയമായിരുന്നു. ആളുകൾ വല്ലതും പറയുമോ എന്നൊക്കെ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇവിടെ ഗ്രാജുവലി അത് മാറി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാനിപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടു കൂടെ കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഒരു നോട്ടീസ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അവർ പറയുമെന്ന് വിചാരിച്ച് കൊടുത്ത് വേഗം മാറിയിരുന്ന ഞാൻ ഇപ്പോൾ എല്ലാം മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയും എൻ്റെ അനുഭവങ്ങൾ പറയുകയൊക്കെ ചെയ്തു തുടങ്ങി. മാത്രമല്ല ആദ്യകാലങ്ങളിൽ നമുക്ക് തന്നിരുന്ന പത്രങ്ങൾ മാത്രം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പലപ്പോഴും ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട്, വിശേഷവിധിയായി എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പിന്നെ വിശേഷവിധിയായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് വൈപ്പിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. വല്ലാറമ്പുഴ പള്ളി വളരെ അടുത്താണ് എനിക്ക്. അപ്പോൾ എങ്ങനെ വന്നാലും പള്ളിയിൽ ചെല്ലുമ്പോൾ ഏത് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലായാലും 2 കെട്ട് പത്രം ഉണ്ടാവും. ഞാനതെല്ലാം കൂടി എടുത്ത് അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഹാർബറിനടുത്താണ്, ഹാർബറിലും മറ്റും കൊടുത്തു. ആദ്യമൊക്കെ ആരും തന്നെ വാങ്ങില്ലായിരുന്നു. പിന്നെ അനുഭവങ്ങൾ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പലരും അക്രൈസ്തവർ പോലും നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ചത് വാങ്ങാനായിട്ടൊക്കെ തുടങ്ങി. കൂടാതെ ഈ പലരും തന്നെ ആദ്യമേ തന്നെ മോശമായിട്ട് സംസാരിച്ചിരുന്ന പലരും വീണ്ടും കണ്ടപ്പോൾ അത് പേപ്പർ ചോദിച്ചു വാങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകൾ. കൂടാതെ എന്നോട് ഇതുവരെ ഞാൻ പേപ്പർ കൊടുത്തതിൽ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിച്ചത് ഒരു ഓട്ടോ ഡ്രൈവർ പുള്ളി പറഞ്ഞത് മാതാവില്ല. പുള്ളി സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പുള്ളി പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. കർത്താവുണ്ട് പക്ഷേ മാതാവില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. പക്ഷേ ആ സമയം ഞാനത് പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി യാതൊരു രീതിയിലും എന്നോട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണില്ല. പക്ഷേ ലാസ്റ്റ് ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് മാതാവാണ് ആരോ എന്നോട് ഉള്ളിൽ പറഞ്ഞു, മാതൃത്വം ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്
നമ്മുടെ ക്രിസ്മസിനെ കുറിച്ചാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, മാതാവിൽ വിശ്വസിക്കില്ല. പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ക്രിസ്മസ് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായേ? പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഔസേപ്പിയതും മാതാവും ബെത്ലഹേമിൽ പോയതും മാതാവ് പ്രസവിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ മാതാവിന് മാത്രം പുള്ളിക്ക് വിശ്വാസമില്ല. മാതാവ് പ്രസവിച്ച് യേശുവിനെ പ്രസവിച്ച് വരെ അവർ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് മാതാവിൽ വിശ്വാസമില്ല. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് പറഞ്ഞു. ലൂക്കായുടെ വിശുദ്ധലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണിത്. ഞാനത് പരിപൂർണമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓട്ടോ സ്റ്റാൻഡിലാണ്. അപ്പോൾ എന്നോട് മുന്നേ ആ ഓട്ടോയുടെ മുന്നിൽ കിടന്ന ഓട്ടോറിക്ഷ വെച്ചിരുന്ന പലരും അക്രൈസ്തവരായിരുന്നു. അവർ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി. പക്ഷേ പുള്ളി അത് വാങ്ങിയെന്നില്ല മാത്രമല്ല, ഇത്രയും നേരം എന്നോട് ഡിബേറ്റ് നടത്തുകയും ചെയ്തു. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു വചനത്തിൽ പുള്ളി പെട്ടുപോയി. പുള്ളി മറ്റുള്ള അക്രൈസ്തവരായിട്ടുള്ളവർ വന്ന് പുള്ളിയോട് പറഞ്ഞു, അവർ ആ ചെക്കൻ പറഞ്ഞാൽ ശരിയല്ലേ, കാരണം ക്രിസ്മസ് ഇന്നതാണെന്ന് അല്ലെങ്കിൽ മാതാവ് പ്രസവിച്ചാണെന്ന് അക്രൈസ്തവർ വരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി വിശ്വസിക്കില്ല. ലാസ്റ്റ് പുള്ളി തോറ്റുപോയി. പുള്ളി അവസാനം എന്നെ പറഞ്ഞു വിട്ടോടുന്നു. പുള്ളിക്ക് ഇത്ര നാൾ വിശ്വസിച്ചിരുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പുള്ളി മാറിപ്പോയി. മാതാവ് ഇല്ലെന്ന് പറഞ്ഞ ആൾ മാതാവുണ്ടെന്ന് പറയേണ്ടി വന്നു. ഇത്രയും സംഘം നന്ദിയാണ് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം തിരുവചനം. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ജിജോ എന്ന ഈ സഹോദരൻ ഈ അൾത്താരയിൽ 2ാമത്തെ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. ഉടമ്പടിയുടെ തനത് സ്വഭാവമായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ സ്വഭാവത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വലിയ 2 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. ഒരു ഭവനം എന്ന ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ മകൻ ഇന്ന് സിൽവർ ഗ്രേയിൽ എത്തി നിൽക്കുന്ന ഒരു ഉടമ്പടി ജീവിതക്കാരനാണ്. അദ്ദേഹത്തിന് തൻ്റെ സാലറിയുടെ അടിസ്ഥാനത്തിൽ സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുക്കാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ള ആ ഒരു ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ യാതൊരു ട്രാൻസാക്ഷനും ഇല്ലാതിരുന്ന ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് ലോൺ എടുക്കാൻ സാധിച്ചൊരു നല്ല ഭവനം പണി തീർക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഈശോയെ അറിയിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയിക്കുന്നത്. ഈശോ നമുക്ക് ഒരു തീരുമാനങ്ങൾ നൽകുകയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ എല്ലാം ഈശോ ക്രമീകരിക്കുകയും ചെയ്യുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ, ഉടമ്പടി മക്കളിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കണ്ണിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണിലേക്കൊരു കെമിക്കൽ വീണതിനെ പ്രതി അദ്ദേഹം ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ണട വയ്ക്കേണ്ട ഒരു അസ്വസ്ഥതയിലേക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുവായ ഉടമ്പടി തൈലം പൂശി അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി ഡോക്ടറോട് സംസാരിക്കുവാനുള്ള ഒരു വലിയ മനോധൈര്യം അദ്ദേഹത്തിനുണ്ടായി. ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്കൊരു കോൺസ്റ്റൻറ്റ് യൂസിൻ്റെ കണ്ണട ആവശ്യം വരില്ല എന്ന് അദ്ദേഹത്തിന് വളരെ ബോധ്യത്തോടും വളരെ വിശ്വസ്തയോടും വിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് ഉടമ്പടിയിൽ ജീവിക്കുന്നതിൻ്റെ ഉറപ്പാണ്. കാരണം അദ്ദേഹം വിശേഷവിധിയായി സിൽവർ ഗ്രേയിലെത്തിയ മക്കൾ ഒരിക്കലും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാത്തവരാണ്. കാരണം സിൽവർ ഗ്രേയിലെത്തുമ്പോൾ അവർക്ക് ഇനി ഭൗതിക ആവശ്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കിനി ഈശോ മാത്രം മതി, എനിക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം മാത്രം മതി എന്ന് എത്തുന്ന ഒരു സ്റ്റേജാണ് ഇവിടെ ഉടമ്പടിയിലെ സിൽവർ ഗ്രേ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ മകനെ അങ്ങനെയൊരു കൃപയിലേക്ക് എത്താൻ പരിശുദ്ധ അമ്മ അനുവാദം നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം വളരെ ശക്തമാണോ? ഈശോയിലുള്ള വിശ്വാസവും അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ജ്ഞാനവും അവിടുത്തെ കുറിച്ച് പങ്കുവയ്ക്കാനും ഉള്ള വലിയ കൃപയുമെല്ലാം ഒരു പരിശുദ്ധ അമ്മയെ വിശ്വസിക്കാത്ത മക്കൾക്ക് അത് ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള കൃപ, ഒരു വലിയ ജ്ഞാനം ഇന്ന് മകന് ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ദൈവിക കാര്യങ്ങളോ തിയോളജിക്കൽ കാര്യങ്ങളോ പറയുമ്പോൾ നാം ഒരു പക്ഷേ സ്റ്റക്കായി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മോട് സംസാരിച്ചുകൊണ്ട് അതിന് കൃത്യമായ ഉത്തരം നൽകാൻ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കേണ്ടത് എന്താണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് പറയണമെന്ന് ആലോചിച്ച് നിങ്ങൾ അധൈര്യപ്പെടേണ്ട. കാരണം പരിശുദ്ധാത്മാവ് കൃത്യസമയത്ത്
നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യൂദായിലും സമറിയായാലും ലോകം മുഴുവനിലും നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളായിരിക്കും. അതിനുള്ള ഒരു തീരുമാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് നമുക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമില്ല. കാരണം ഈശോ നമ്മോടുകൂടെ വസിക്കുകയാണ്. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമുക്കുള്ള എല്ലാ സുഹൃതങ്ങളും ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരികയാണ്. ജിജോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കണ്ണ് സംബന്ധമായ കാഴ്ച കുറവുള്ളവരും സർജറിക്ക് വിധേയരാകുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനങ്ങളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനം നിർമ്മിക്കാൻ തടസ്സപ്പെട്ട് നിൽക്കുക. ഈ അൾത്താരയിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ലീജി ആൻഡു, എൻ്റെ ഭർത്താവിൻ്റെ പേര് ആൻഡു. ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കടുപ്പശ്ശേരി സേക്രഡ് ഹാർട്ട് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ചേട്ടൻ്റെ പെങ്ങൾ വഴിയാണ്. 2019 അന്ന് ഈ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ അന്നു മുതലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു 5:30 എഴുന്നേറ്റ്. പിന്നെ 2019 നവംബർ മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടി ഒരു ഇതിനാണ്. പക്ഷേ ആ നിയോഗം എനിക്ക് ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ജെറമിയ 29:11 നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അത് പിന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചത് ഞങ്ങളുടെ 2019 നവംബറിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ച് ഞങ്ങൾക്കൊരു 5 കൊല്ലമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ടവറിൻ്റെ കേസാണ്. ഞങ്ങളുടെ തൊട്ടുള്ള പറമ്പിൻ്റെ താഴത്ത് ഭാഗത്ത് ടവർ വയ്ക്കുന്നത്. ആ കേസ് അവസാനിപ്പിച്ച് തരാനായിട്ടാണ് ഞങ്ങൾ നിയോഗത്തിൽ വെച്ചു. ഞാൻ അന്ന് ഉടമ്പടി നിയോഗത്തിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു, വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉടമ്പടി കേസ് ഇത് അവസാനിച്ചു, ഇതിൻ്റെ വിധി വന്നു എന്ന്. അപ്പം ഞാൻ ഒരു മാസം മുന്നേ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് 1 മാസം മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അന്ന് വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു ലാസ്റ്റ് ഹിയറിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്നു. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആ കേസ് അവസാനിപ്പിച്ച് തന്നു. അത് സാധാരണ ടവറിൻ്റെ കേസുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ടാണ്, കമ്പനിക്കാർക്ക് അനുകൂലമായിട്ടാണ് വിധി വരാറ്. പക്ഷേ ഈ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞു അത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗ്യമൊന്നുമല്ല, അത് ഈശോയുടെ അനുഗ്രഹമാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആ കേസ് അവസാനിപ്പിച്ചു തന്നതിൽ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് തറ കെട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് വീട് പണി തുടങ്ങിയത്. 2018 ഡിസംബർ 7 അത് 10 വർഷം ആവാറായിട്ടും അതിൻ്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുറച്ച് സാവധാനം കോൺട്രാക്ടറും ശരിക്ക് വരുന്നുണ്ടായിരുന്നില്ല. പൈസ കുറച്ച് കൂടുതൽ പറ്റിപ്പോയതുകൊണ്ട് ആൾ ലാസ്റ്റായിട്ട് പണിക്ക് ഇതിനൊന്നും വരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇത് വേറൊരു കോൺട്രാക്ടർക്ക് കൊടുക്കണമെങ്കിൽ ഇയാൾ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കണം. അതിന് ഇയാൾ വിളിച്ചിട്ടും വരണ്ടായപ്പോൾ ഞങ്ങൾക്ക് പണി തുടർന്നു കൊണ്ട് പോകുന്നതിനായിട്ട് ഈ കോൺട്രാക്ടർക്ക് എതിരായിട്ട് കേസ് ഈ കോൺട്രാക്റ്റ് ക്യാൻസലാക്കാൻ വേണ്ടി ഞങ്ങൾ കേസ് കൊടുക്കേണ്ടി വന്നു. അത് കൊടുത്ത് അതിൻ്റെ ഇത് കിട്ടി. അങ്ങനെ ഞങ്ങൾ വേറെ കോൺട്രാക്ടറെ ഏൽപ്പിച്ച് പണി തുടങ്ങി. നല്ലൊരു കോൺട്രാക്ടറെ കിട്ടി. പണി എല്ലാതും ഞങ്ങൾ കുറച്ച് പൊളിച്ചു പണിയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഓരോ ഇതുകളും ചെയ്യേണ്ടി വന്നു.
എന്നാലും ഞങ്ങളുടെയൊക്കെ പറഞ്ഞ ആ എസ്റ്റിമേറ്റിൽ തന്നെ പണി പൂർത്തിയാക്കാൻ പറ്റി. ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് ആ വീട് ഞങ്ങളുടെ വീട് പണിത് കിട്ടി. അതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി എടുക്കുന്നതിനേക്കാളും മുന്നേ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് പനി വരും. തല കുളിക്കുമ്പോഴായിട്ട് മത്ത് പിടിച്ച മാതിരി കോൾഡും പനിയും ഇടയ്ക്കിടയ്ക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഒരു ഇതില്ലാത്ത പോലെയാണ്. ഹോസ്പിറ്റലിൽ പോയി ഹൈ ഡോസ് പനിയുടെ മരുന്ന് കൊടുത്തു, ഡ്രിപ്പ് കയറ്റിയിട്ടൊക്കെയാണ് വരാറ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും എന്നും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ഉപ്പ് ഇട്ട് കൊടുക്കും. തേനും ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞാൽ തൈലം പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ആ അസുഖം ഇപ്പോൾ തീരെ വരുന്നില്ല. 2019 ഉടമ്പടി എടുത്തതാണെങ്കിലും ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കേസിൻ്റെ ഇതൊക്കെ വിധി വന്നപ്പോഴേക്കും കൊറോണ ആയി വീട് അടച്ച കാരണം കൊണ്ട് ഞങ്ങൾക്കത് അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അതിനെ ഈശോയ്ക്കും മാതാവിനോടും മാപ്പ് ചോദിക്കുന്നു. പിന്നെ ചേട്ടന് ഒരു അസുഖമുണ്ടായിരുന്നു, ഒരു എക്കിള് വന്ന് തുടർച്ചയായി വന്ന് എന്താ ബോധമില്ലാതെ ആകുന്ന അവസ്ഥ. ഹോസ്പിറ്റലിലൊക്കെ പോയി ICUവിലായിരുന്നു. അത് ഒരു എക്കിള് തുടർച്ച വന്ന് ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയൊക്കെ വന്നു. അന്ന് അതിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മക്കുറവും വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഉടമ്പടിന് ശേഷം ഈ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊണ്ട് എപ്പോഴും പറയും, ഞാൻ പുറത്ത് പോകുമ്പോൾ കാശുരൂപം കയ്യിൽ പ്രാർത്ഥിച്ച് കാശുരൂപം കയ്യിൽ കൊടുക്കും. അപ്പോൾ അതുപോലെ തൈലം പുരട്ടി കുരിശ് വരച്ചിട്ടൊക്കെയാണ് പോവുക. അത് പോകുമ്പോൾ പറയും, മാതാവും ഈശോയും എൻ്റെ കൂടെയുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. ഒരു ദിവസം അകലെ കുറച്ച് പോയി ബ്ലോക്കൊക്കെ ആയിട്ട് വരാൻ പറ്റാണ്ട് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പക്ഷേ വീട്ടിലെത്തിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. മാതാവും ഈശോ എൻ്റെ അടുത്തും വലത്തും ഇരുന്ന് ഞാനല്ല വണ്ടി ഓടിച്ചത്, അങ്ങനെയാണ് പറയാറ്. ഞാൻ ഉടമ്പടിയിലെ മാതാവും ഈശോയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ആയിരിക്കണമെന്ന് നിയോഗം വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാതാവും ഈശോയും കൂടെയുള്ള പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. മക്കളുടെ കൂടെയും അവരുടെ എല്ലാ ഇതുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇത് കഴിഞ്ഞ് എൻ്റെ മകന് 2024 ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. മകൻ വരുമ്പോൾ ജൂലൈയിൽ വരുമ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ട് പോകാനായിട്ട്. അങ്ങനെ എൻ്റെ ആ ഇതിൽ അന്ന് മകൻ്റെ കല്യാണം ശരിയാവാത്തത് കൊണ്ട് അന്ന് വീട്ടിലുള്ളവർ കുറച്ച് നെഗറ്റീവായി പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പയിൽ വെച്ചതല്ലേ മകൻ്റെ കല്യാണം, ഇത് ശരിയാവാത്തതിൻ്റെ ഇവർക്കൊരു അടയാളം മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അടയാളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസത്തെ ഉടമ്പടി അച്ഛൻ്റെ ജൂലൈ 24 ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഇടത് കാലിലെ ഉപ്പിറ്റിയുടെ മുകളിലുള്ള ഉന്തി നിൽക്കുന്ന പോലെ ഉള്ള ഒരു തൊടുമ്പോഴുള്ള വേദന മാറി പോകുന്നു. ദൈവം മാതാവ് എനിക്ക് ഈശോ തന്ന ഒരു അടയാളമാണ്, അത് എൻ്റെ ആയിരുന്നു. ഭയങ്കര വേദനയായിരുന്നു എനിക്ക് തൊടുമ്പോഴും ഇതും. ആ വേദന എനിക്ക് മാറി കിട്ടി. അതുപോലെ തള്ളി നിൽക്കുന്ന അതുപോലും മാറി കിട്ടി. അതിനും മാതാവിന് മകന് അന്ന് തന്നെ ഒരു പ്രപ്പോസൽ വന്നു. അവന് ഒരാഴ്ച പോകാനുണ്ടായിരുന്നുള്ളൂ. അവൻ പോയതിന് ശേഷം ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചു. കല്യാണം നടന്നു. അത് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എന്നും വൃദ്ധസദനങ്ങളിൽ പോയി അവിടെ കുറച്ച് നേരം ചിലവഴിക്കും. അവർക്ക് ഭക്ഷണത്തിനത് കൊടുത്തിരുന്നു.
അതുപോലെ തന്നെ അനാഥാലയങ്ങളിലെ ഭക്ഷണം കൊടുത്തു, ബൈബിള് വാങ്ങിച്ചു കൊടുത്തിരുന്നു. പിന്നെ തെരുവിലെ മക്കൾക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു ഇതിൽ ഞങ്ങളും അതിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ മാസവും ഒരു കുട്ടികൾക്ക് പഠിക്കാൻ പഠനോപകരണങ്ങൾക്കായിട്ട് എല്ലാ മാസവും കുറച്ച് തുക കൊടുക്കും. പിന്നെ ആദ്യം പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പത്രം എല്ലാ വീടുകളിലും, അതുപോലെ ഞാൻ പോകുന്ന കടകളിലൊക്കെ കൊടുക്കും. അതും പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ പോകുന്ന വീടുകളിലെ രോഗികളുണ്ടെങ്കിൽ അവർക്കും തൈലവും പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവർക്ക് സുഖപ്പെട്ടു എന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ ആധ്യാത്മിക കാര്യം വെച്ചാൽ എനിക്ക് സാധാരണ ഒരു ഇതായിരുന്നു. വിശ്വാസമുണ്ട് എന്നും ഞായറാഴ്ച പള്ളിയിലേക്ക് പോകും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാന കാണാൻ പോകുമായിരുന്നു. അതുപോലെ ചേട്ടനും സുഖമില്ലെങ്കിലും 2-3 വർഷമായിട്ട് ദിവസവും കാലത്ത് ഇടവകപ്പള്ളിയിൽ ഞാനും ചേട്ടനും എന്നും കുർബാനയ്ക്ക് പോകും. 2 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കും. കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്ന കൂടാൻ്റെ ഒരു കൊന്ത ചെല്ലും. പിന്നെ ബൈബിള് വായിക്കും. എല്ലാ ദിവസവും ചേട്ടനും ബൈബിള് വായിക്കും. അങ്ങനെയുള്ള ആദ്യം. പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പേടിച്ച് സ്വപ്നം കാണും. കള്ളനെ സ്വപ്നം കാണുമായിരുന്നു. അപ്പോൾ പേടിച്ച് ഇങ്ങനെ കരയുന്ന സമയത്ത് ചേട്ടൻ വിളിക്കും. അപ്പോൾ അങ്ങനെ അത് ഞാൻ എന്നിട്ട് ഉടമ്പടി ഇവിടേക്ക് സാക്ഷ്യം പറയാനായിട്ട് വരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് ആ സമയങ്ങളിൽ ഇത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ഞാനിങ്ങനെ പുറത്തെ വാതിലിങ്ങനെ അടയ്ക്കാൻ വരുന്ന സമയത്ത് വാതിൽ തള്ളി തുറന്ന് എൻ്റെ കയ്യുമ്മ ആരോ പിടിക്കും. ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ പോലെ എൻ്റെ കയ്യുമ്മ വലത്തെ കയ്യുമ്മ പിടിച്ച് ചിരിക്കണു ഇങ്ങനെ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയുള്ളൊരിത് അത് എന്നെ മാറിപ്പോയിരുന്നു. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ. എപ്പോഴും ഉറക്കത്തിൽ നിന്ന് എപ്പോൾ എഴുന്നേറ്റാലും ഈ വചനങ്ങൾ എന്നെയാണോ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈശോയ്ക്കും എപ്പോഴും മാതാവ് ഈശോയും കൂടെയുള്ള പോലെ തോന്നിയിരുന്നു. എവിടേക്ക് പോവായാലും കുറേ ഞങ്ങളുടെ പറമ്പ് ഇതിലൊക്കെ ഞങ്ങൾ ജാതിക്കൊക്കെ പറിക്കാനും ഇതിനൊക്കെ പോകുമ്പോൾ ഉടമ്പടി ധ്യാനം കൊണ്ട് പോവും. അതുപോലെ ഇതിനൊക്കെ കേടുവരുമ്പോൾ ഈ ഉടമ്പടി തൈലം ഉപ്പൊക്കെ പുരട്ടി അതുകൊണ്ട് നല്ല വിളവ് കിട്ടിയിരുന്നു. എന്ത് കിട്ടിയാലും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയാനായിട്ട് എനിക്ക് സാധിച്ചു. മറ്റുള്ളവരോട് ക്ഷമിക്കാനും എന്ത് പറഞ്ഞാലും അത് ക്ഷമിക്കാനും അതിനുള്ള ഇത് കിട്ടി. എപ്പോഴും മാതാവ് ഈശോയും കൂടെയുള്ള പോലെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വചനമാണ്. ഉടമ്പടിയിലൂടെ ദൈവം ഒരാളെ സ്വന്തമായി കരുതുകയാണ്. ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ഒരു ബന്ധമാണ് ഉടമ്പടി. അത് ഒരു വിശ്വാസത്തിൻ്റെ ബന്ധമാണ്. ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കുന്നത് വലിയ പ്രവൃത്തികളിലൂടെയല്ല, വിശ്വാസത്തിലും അനുസരണയിലുമുള്ള ഒരു ജീവിതമാണ്. അതാണ് ഉടമ്പടി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഉടമ്പടിയിൽ ഫലം കാണണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ദൈവം കാത്തിരിക്കാനാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഒരു മകൾക്ക് വേണ്ടിയാവാം, ഒരു മകന് വേണ്ടിയാവാം കാത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ഈ അമ്മ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ലഭിക്കാതായപ്പോൾ അമ്മ പറഞ്ഞത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകല നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്നാണ്. അതായത് ദൈവമെല്ലാം നന്മയ്ക്കായി നൽകും, തക്ക സമയത്തിന് നൽകുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ അമ്മ ഈ സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യം പറഞ്ഞത് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിൽ ആ നിയോഗം നടന്നില്ല എന്നാണ്.
ഒരു പക്ഷേ ഒരു കാരണം കൊണ്ടാവാം. ഉടമ്പടിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രാവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉടമ്പടിയിൽ വിശ്വാസ കൈമാറ്റം. നമ്മൾ വിശ്വാസത്തിൽ വരികയും നമ്മുടെ മക്കളെയും വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ പ്രശംസയിൽ ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉടമ്പടി. കാരണം ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാവാം. 16 വയസ്സാകുമ്പോൾ മുതൽ തന്നെ നമ്മുടെ മക്കൾക്കും ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാമെന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് 2 മാസം 3 മാസം മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നു. അതിന് പ്രകാരം നമ്മുടെ ഓരോ മക്കളും 16 വയസ്സാകുമ്പോൾ തന്നെ ഒരു നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക്, ഇന്നത്തെ മൊബൈൽ വേൾഡ്, സോഷ്യൽ വേൾഡ്, വളരെ വളരെ ഫേമസ് ആയിട്ട് വളരെ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ നമ്മുടെ മക്കൾ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുകയും നല്ലൊരു വഴിയിൽ കൂടെ സഞ്ചരിക്കുകയും ഒരു ആത്മീയ വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരികയുമാണ് ഉടമ്പടി. ആ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ വിശ്വാസ കൈമാറ്റത്തിലൂടെ, വിശ്വാസത്തിലൂടെ നയിക്കാനായിട്ടാണ് ഉടമ്പടി നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ മക്കളും ഈ പേരൻസും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം. എന്തെങ്കിലും ഒരു ദിവസം മക്കളും ഉടമ്പടിയിൽ വന്ന് പ്രാർത്ഥിച്ച് ആ മക്കളുടെ നിയോഗം സഫലമാക്കും. ആ ആഗ്രഹം, അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇതിൽ വീണ്ടും വീണ്ടും പറയുന്നത് ഉടമ്പടിയിലൂടെ ദൈവം ഒരാളെ സ്വന്തമായി കരുതണമെന്നാണ്. സ്വന്തമായി കരുതണമെങ്കിൽ നമുക്ക് ദൈവത്തിന് പ്രശംസ ലഭിക്കാൻ തക്കവിധം നമ്മൾ അതനുസരിച്ച് വേണം നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ. നമ്മളുടെ ജീവിതത്തിലും ആ രീതിയിലുള്ള ഉടമ്പടി ജീവിതം നയിക്കാൻ സത്യസന്ധമായ വിശ്വാസപൂർണ്ണമായ ആത്മാർത്ഥമായ ഒരു ഉടമ്പടി ജീവിതം നയിക്കാൻ നമുക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരി പ്രാർത്ഥിച്ചതുപോലെ ഒരു കേസ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. ടവർ കേസിൻ്റെ ഒരു കേസ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതും 5 വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു. ഉടമ്പടിയിൽ വെച്ച് ഉടമ്പടി എടുത്ത ദിവസം തന്നെയാണ്, അന്ന് വൈകുന്നേരം തന്നെയാണ് ആ ടവർ കേസ് ക്ലിയർ ആവുന്നത്. ഇതാണ് ഉടമ്പടിയിലുള്ളതിൻ്റെ വ്യത്യാസം. ഉടമ്പടിയിലില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിലുള്ള അമ്മയുടെ കാര്യം വെച്ച്, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി ഉത്തരം നൽകുന്ന ഒരു ഈശോയാണ്, സമയച്ചുരുക്കത്തിൻ്റെ ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുകയായിരിക്കാം. കാത്തിരിക്കാം, നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അവരും ഒരു ദിവസം നമ്മളുടെ കൂടെ വന്ന് ഉടമ്പടിയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നല്ല രീതിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ സഹോദരിക്ക് ഉടമ്പടി എടുത്ത ഉടനടിയാണ് അന്നേ ദിവസം തന്നെ വൈകുന്നേരം ആ ടവറിൻ്റെ കേസ് ക്ലിയർ ആവുകയായിരുന്നു. പിന്നീട് 5 വർഷം തറയിട്ടിട്ട് കെട്ടിക്കിടന്ന ഒരു വീടിൻ്റെ പണികളായിരുന്നു. അതും ഉടമ്പടി എടുത്ത ഉടനടി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് പണി കംപ്ലീറ്റ് ആവാൻ സാധിക്കുകയും പിന്നീട് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്ടറിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അതും വേറൊരു കോൺട്രാക്റ്റിനെ എടുക്കുകയും പിന്നെ ആ എല്ലാ തടസ്സങ്ങളും മാറ്റി ഈവൻ നഷ്ടപരിഹാരം പോലും ഇവർക്ക് വിധിയായിട്ടാണ് വന്നത്. പക്ഷെങ്കിൽ അവരത് സ്വീകരിച്ചില്ല. ഒരുപക്ഷെ ഇവർ ദൈവത്തോടുള്ള സ്നേഹവും ആ ദൈവത്തിനോടുള്ള അടുപ്പം ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ടാവാം ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം ഈ കപ്പിൾ, ഈ ചേട്ടനും ചേച്ചിയും പ്രാർത്ഥിച്ചുകൊണ്ടാവാം ഒരുപക്ഷെ ഇവിടെ എല്ലാ പ്രാർത്ഥനയും ദൈവം ഏറ്റെടുത്തത്. ഇവിടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവമാണ്. ഈ സഹോദരനുണ്ടായിരുന്ന അസുഖവും അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉടമ്പടി ജീവിതം ദൈവവുമായുള്ള വിശ്വാസ ബന്ധം പുതുക്കുന്നതാണ്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടല്ല, പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൈവത്തെ കൂടുതൽ സന്തോഷിക്കാൻ സാധിച്ചത്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവവാഗ്ദാനത്തിൽ വിശ്വസിച്ച് നമുക്ക് ക്ഷമയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ലീജിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സാബിയ സാബു. ഞാൻ വരുന്നത് കാരിപ്പള്ളി രൂപതയിലെ ഇഞ്ചേരി ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിഞ്ഞത് 2018-2019 ഞാൻ +1 പഠിക്കുന്ന സമയത്താണ്. കൃപാസനത്തിലെ പത്രം ഞങ്ങളുടെ നെയ്ബറായ ചേച്ചി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ CBSE-ലാണ് LKG തൊട്ട് 10 വരെ പഠിച്ചത്.
അപ്പം എൻ്റെ കൂട്ടുകാർ 10ാം ക്ലാസ് കഴിഞ്ഞ് വേറെ സ്കൂളിലോട്ടൊക്കെ മാറി, സ്റ്റേറ്റ് സിലബസ് അങ്ങോട്ടൊക്കെ മാറി. അപ്പോൾ എനിക്കും മാറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ അമ്മ സ്കൂളിലെ ടീച്ചർ ആയതുകൊണ്ട് അമ്മ എന്നെ മാറ്റിയില്ല. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടി, പഠിക്കുന്നില്ല, ഭയങ്കര ആകപ്പാടെ മൊത്തമൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം പൂശി എന്നെ സ്കൂളിൽ വിടുമായിരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളും പ്രാർത്ഥനയിൽ ഇങ്ങനെയൊക്കെ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് എനിക്ക് സ്കൂളിൽ പോകാൻ എൻ്റെ മടി മാറി. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം പഠിക്കുകയും വലിയ കുഴപ്പമില്ലാതെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വാസമായി, വലിയ കുഴപ്പമില്ല, പഠിക്കാൻ പറ്റും. എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അപ്പോൾ അങ്ങനെ എക്സാം കഴിഞ്ഞു. എക്സാമിൻ്റെ റിസൾട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്ററാണ് എന്നെ റിസൾട്ട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞടാ, നിനക്ക് 91.4% മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ സിസ്റ്റർ എനിക്കാണോ, ഒന്നെങ്കിൽ സിസ്റ്റർ മാർക്ക് കൂട്ടി മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊച്ചിന് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്രയും മാർക്ക് എങ്ങനെ കിട്ടി, ആര് തന്നു? അപ്പോൾ അങ്ങനെ വന്നിട്ട് സിസ്റ്റർ എനിക്ക് എൻ്റെ മാർക്ക് ലിസ്റ്റ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് അവിടെ ഇടപെട്ട് എനിക്ക് തന്നൊരു അനുഗ്രഹമാണ്. അപ്പോൾ സിസ്റ്റർ വേറൊരു വാക്കുകൂടെ എൻ്റെ അമ്മയോട് പറഞ്ഞു, കൃപാസന മാതാവ് സാവിയോയ്ക്ക് ഒരു ബമ്പറാണ് കൊടുത്തതെന്ന്. അതാണ് മാതാവ് എനിക്ക് ആദ്യമായിട്ട് നൽകിയ അനുഗ്രഹം. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അങ്ങനെ 2023 നവംബർ 5-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം എഴുതി. അപ്പോൾ ഞാൻ എക്സാമിന് മുമ്പ് ഉടമ്പടി തൈലം പൂശുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവർക്കും പാടുള്ള 2 മൊഡ്യൂളാണ് സ്പ്രഹനും ഷ്രൈബനും, നമ്മുടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും. അപ്പോൾ എനിക്കത് വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ എക്സാമിന് പോയപ്പം സ്പീക്കിങ്ങിനാണെങ്കിലും മാതാവ് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തരുന്നല്ലോ, വളരെ ക്യാഷ്വലായിട്ട്, നമ്മളൊരു എക്സാമിൻ്റെ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ക്യാഷ്വലായിട്ട് ജർമ്മൻ സാർ എക്സാമിന് വളരെ കാം ആൻഡ് കൂളായിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. മാതാവ് എനിക്ക് 2 എണ്ണത്തിന് നല്ല ഉന്നതമായ വിജയം തന്നു. അപ്പോൾ ഞാനവിടെ ഉടമ്പടി തൈലം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. അത് 2024 ഏപ്രിൽ കൊണ്ട് ഞാൻ എൻ്റെ എക്സാം മൊത്തം പാസ്സായി, മുഴുവൻ എക്സാമും പാസ്സായി. അപ്പോൾ എനിക്കിനി പ്രോസസ്സിങ്, അടുത്ത കടമ്പ പ്രോസസ്സിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ 2024 സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഞാൻ നോക്കി, പക്ഷേ അത് ശരിയായില്ല. ഏജൻസി കുറച്ച് വിഷയമായി. ഓക്കെ, അടുത്ത ഇൻടേക്ക് ഉണ്ടല്ലോ 2025 മാർച്ച് ഇൻടേക്ക്, അത് നോക്കി. അപ്പം അതും ശരിയായില്ല. അപ്പോൾ വേറെ ഏജൻസി കൊടുത്തു. അങ്ങനെ എനിക്ക് 2025 ഓഗസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റ് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായി, എനിക്കൊരു കോൺട്രാക്റ്റായി. ഞാൻ കാത്തിരുന്നൊരു കോൺട്രാക്റ്റാണ്. 2 ഇൻടേക്ക് ഞാൻ നോക്കി, അത് 2 നടന്നില്ല. അവസാനം ഒരു കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ 2024 ഏപ്രിൽ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ ജൂൺ ഞാൻ വിസയ്ക്ക് പോയി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനിപ്പോൾ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിസയ്ക്ക് ജൂൺ 10, 2025 ഞാൻ സബ്മിറ്റ് ചെയ്തു. ജൂൺ 20 എനിക്ക് കൊറിയർ വന്നു. കാഞ്ഞിരപ്പള്ളിയിലാണ് കൊറിയർ വന്നത്, ബ്ലൂ ഡാർട്ടിൽ. അപ്പോൾ ഞാൻ കൊറിയർ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. എൻ്റെ വിസ റിജക്റ്റ് ചെയ്തു. അവർ കാരണം പറഞ്ഞ് എൻ്റെ 4 മൊഡ്യൂളും 1 ഇയറിൻ്റെ മണ്ടയിലായി, അതുകൊണ്ട് എനിക്ക് മതിയായ ലാംഗ്വേജ് സ്കില്ലില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ച്, അങ്ങനെ റിജക്ഷൻ അങ്ങനെ ആരും കേട്ടിട്ടുമില്ല, ഒന്നും ഇങ്ങനെ വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസി വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നീ എങ്ങനെയും 1-2 മൊഡ്യൂൾ എങ്ങനെയും എഴുതിയെടുത്തിട്ട് നമുക്കൊന്നുകൂടെ വിസയ്ക്ക് വെക്കാം. അപ്പം ഇത്രയും പെട്ടെന്ന് എങ്ങനെ മൊഡ്യൂൾ എഴുതിയെടുക്കും? ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിച്ചു, നീ ബാംഗ്ലൂർ ഗോയത്തേക്ക് മെയിൽ അയക്കുക. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എക്സാം എടുത്തുവാണെങ്കിൽ ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് വരും. അപ്പം നീ മെയിൽ അയക്കുക, നിനക്ക് കിട്ടും. അപ്പം ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എൻ്റെ കാര്യം ഇങ്ങനെയാണ്, റിജക്ഷൻ വന്നു, ലെറ്റർ എല്ലാം കൊടുത്ത് മെയിൽ അയച്ചു. അപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല, നമുക്ക് പറയാൻ പറ്റും റിപ്ലൈ കിട്ടുമോ. പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു. അച്ഛൻ്റെ പാസ്പോർട്ടും എൻ്റെ ഡോക്യുമെൻറ്റ്സ്, എൻ്റെ റിജക്ഷൻ ലെറ്ററും എല്ലാം ഞാൻ കൊണ്ടുവന്നു. എല്ലാം മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാനപ്പോൾ കരഞ്ഞിരുന്നിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് ഇനിയൊരു റിജക്ഷൻ കൂടി എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, എങ്ങനെയും ഒന്ന് ശരിയാക്കി തരണം. കാരണം അതിയായി ഞാൻ ആഗ്രഹിച്ചാണ്, എനിക്ക് എങ്ങനെയും ജർമ്മനി പോകണം, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പഠിച്ചതിൽ ഏറ്റവും എഫോർട്ടിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ ജർമ്മനാണ് ഞാൻ പഠിച്ചത്. അപ്പം ഇങ്ങനെ അച്ഛനോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ കാര്യം ഉറപ്പായിട്ട് സെറ്റാക്കും, എല്ലാം ശരിയാക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ പോയി. അടുത്ത ദിവസം തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് മെയിൽ വന്നു. അപ്പോൾ ഞാൻ അവരോട് ഒരു മൊഡ്യൂളിൻ്റെ സീറ്റാണ് ചോദിച്ചത്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് എത്ര മൊഡ്യൂൾ വേണം? ഞാൻ പറഞ്ഞു 2 മൊഡ്യൂളിൻ്റെ സീറ്റ് തരാമോ? ഓക്കെ, നോ പ്രോബ്ലം, അവർ തന്നു. അങ്ങനെ ജൂലൈ 9 തീയതി ഞാൻ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് മാതാവിനെ ജയിപ്പിക്കുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. 14 എനിക്ക് റിസൾട്ട് വന്നു. 14 എഴുതിയ 2 എക്സാം ഞാൻ പാസ്സായി. കാരണം ആദ്യത്തെ 4 മൊഡ്യൂൾ ഞാൻ പാസ്സായതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എക്സാം എഴുതി, മാതാവ് എന്നെ എക്സാം പാസ്സാക്കി. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞ് ഓക്കെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ എംപ്ലോയർ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ അങ്ങനെ ഒരു പ്രശ്നമായി.
ഓക്കെ. പിന്നെ ഏജൻസിയായിട്ട് സംസാരിച്ച് അവർ പറഞ്ഞു എക്സാം എഴുതിയേക്കുന്നതുകൊണ്ട് ഇനി കുഴപ്പമില്ല, ഇനി വിസയ്ക്ക് വെക്കാണ് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഏജൻസിയായിട്ട് സംസാരിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏപ്രിൽ ഇൻടേക്ക് 2026 ഈ ഏപ്രിൽ ഇൻടേക്കിലേക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു പ്രശ്നം, എനിക്ക് എംപ്ലോയഡ് ലെറ്റർ വേണം. നമ്മുടെ എംപ്ലോയഡ് ലെറ്റർ എന്ന് പറയുമ്പം നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ എംപ്ലോയർ സാറ്റിസ്ഫൈ ആണെന്ന് പറയുന്ന ലെറ്റർ നമുക്ക് വേണം. കാരണം എൻ്റെ ഓൾറെഡി റിജക്ഷൻ ആയതുകൊണ്ട് ഈ സംഭവം ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും റിജക്ഷൻ ആവും. എന്നെക്കൊണ്ട് ഒന്നുകൂടി അത് താങ്ങാൻ പറ്റത്തില്ല, ആ മൊത്തം ഒരു ഇതാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവർ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവരോട് എംപ്ലോയോട് സംസാരിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഈ സമയത്തെല്ലാം ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തൈലം തൂത്ത് പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം എനിക്ക് മാതാവായിട്ട് എനിക്ക് വേറെ ഏജൻറ്റിനെ കാണിച്ചു തന്നു. അപ്പോൾ ഏജൻറ്റായിട്ട് എൻ്റെ കാര്യങ്ങൾ മൊത്തം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എംപ്ലോയുടെ ലെറ്റർ തരാം, പിന്നെ പ്രീ അപ്രൂവൽ എന്ന് പറയുന്ന പേപ്പറുണ്ട്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ജർമ്മൻ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഓക്കെ എന്ന് പറയുന്നൊരു പേപ്പർ. അപ്പം ആ 2 പേപ്പറും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു, ആ 2 പേപ്പറും കിട്ടി. അങ്ങനെ ഞാൻ ഈ ഫെബ്രുവരി 20 ഞാൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തു. ഓക്കെ. അത് കഴിഞ്ഞ് എനിക്ക് ഈ ഇടയ്ക്ക് തന്നെ വിസ വന്നു. അങ്ങനെ ഏപ്രിൽ 1 ഞാൻ പോവുകയാണ്. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ റിജക്റ്റ് ചെയ്ത ആൾ തന്നെ എനിക്ക് വിസ അടിച്ച് തരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പം അങ്ങനെ പറയണമെന്നൊരാഗ്രഹം, അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് ഇവിടെ ഞാൻ സാക്ഷ്യം പറയും. കാരണം ഇത് അത്രയും ഒരു മാതാവ് ഈശോയെ അത്ഭുതം പ്രവർത്തിച്ചൊരു സാക്ഷ്യമാണ്. കാരണം എക്സാം 4 മൊഡ്യൂളും എക്സാം എഴുതിയ ഒരാൾക്ക് വിസ കിട്ടുന്നില്ല, എന്നിട്ട് പിന്നെയും മാതാവ് ഡേറ്റ് എടുത്ത് തരുന്നു, പിന്നെ എക്സാം പാസ്സാകുന്നു. അവിടെ എംപ്ലോയുടെ ലെറ്റർ കിട്ടത്തില്ലെന്ന് പറയുന്നു. കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എംപ്ലോയുടെ ലെറ്ററും അതിൻ്റെ കൂടെ പ്രീ അപ്രൂവൽ 2 പേപ്പറും മാതാവ് നമുക്ക് ശരിയാക്കി തരുന്നു. അപ്പോൾ അങ്ങനെ വിസ വന്ന് നോക്കിയപ്പം 4 മൊഡ്യൂളും എൻ്റെ 1 ഇയർ ആയി എന്ന് പറഞ്ഞ് എനിക്ക് ലാംഗ്വേജ് സ്കില്ലെന്ന് പറഞ്ഞ ആ ഓഫീസർ തന്നെയാണ് എനിക്ക് പുതിയ വിസ അടിച്ചു തന്നത്. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറയുവാണെങ്കിൽ, ഞങ്ങളുടെ വല്യമ്മച്ചി 5 വർഷമായിട്ട് ഇങ്ങനെ കിടപ്പായിരുന്നു. അപ്പം വല്യമ്മേനെ ഞാൻ നോക്കുമായിരുന്നു. ആ നോക്കുന്നതിന് ഞാൻ ഈശോനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പപ്പായ അമ്മയാണ് വല്യമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല, വല്യമ്മേനെ കെയർ ചെയ്യുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന ഒരു അച്ഛൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓൾഡ് ഏജ് പ്രായമായ ആൾക്കാർക്ക് വേണ്ടി ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ 3 മാസം പോയി ശുശ്രൂഷ ചെയ്തു. പിന്നെ ഞാൻ പത്രം എല്ലാവരും കൊടുക്കുമായിരുന്നു. ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നിടത്താണെങ്കിലും എൻ്റെ പിള്ളേരുടെ സ്റ്റുഡൻസിനോട് ഞാൻ പറയും, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുമായിരുന്നു. എങ്ങനെയാണ് ഞാൻ ഈ ജർമ്മൻ എന്നൊരു കടമ്പ കടന്നത്, മാതാവ് എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിച്ചത്, കൃപാസനം എന്ന് പറയുന്നത് എന്താണ്, കൃപാസനത്തോടെ നമുക്ക് എങ്ങനെ ഉടമ്പടി ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. അതുപോലെ മാക്സിമം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ ജർമ്മൻ പഠിച്ച ഭരണങ്ങാനത്താണ്. അപ്പം അവിടെ ഭരണങ്ങാനം പള്ളിയുണ്ടല്ലോ, അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അവിടെ പള്ളിയിൽ പോകുമായിരുന്നു. അത് പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ഇവിടെയും പള്ളിയിൽ പോകുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ യൂത്തിലും അതുപോലെ പള്ളിയിലെ എല്ലാ പരിപാടികളിലും ആക്റ്റീവായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരെ ഞാൻ പോയി കാണുമായിരുന്നു. അവർക്ക് ഞാൻ കൃപാസനം പത്രം വായിച്ചു കൊടുക്കുകയും ഓരോ സാക്ഷികളെ പറഞ്ഞു കേൾപ്പിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഉടമ്പടി ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് നമുക്ക് മാതാവ് ഈശോ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അനുഗ്രഹം തരും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അവസാനം നമ്മൾ ഒരിക്കലും ഈശോയും മാതാവ് നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. എൻ്റെ ഒരു സാക്ഷ്യത്തിലൂടെ എനിക്കത് പറയാൻ പറ്റും. കാരണം ഞാൻ 2023 തൊട്ട് ഞാൻ ജർമ്മൻ കാര്യം ചെയ്യുന്നതാണ്. 2026 ആയപ്പോഴാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായത്. അപ്പം ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ വരുമ്പോഴും ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ സങ്കടപ്പെടണ്ട, നിനക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാകും. എനിക്ക് ആ ശരിയാകും എന്നൊരു വിശ്വാസം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് മാതാവ് ഈശോയും നൽകി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. സാവിയോ എന്ന ഈ മകൻ്റെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകനോട് ഏറ്റുപറഞ്ഞത്. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ മകൻ്റെ റിസൾട്ട് വന്നത് ഒരു ബമ്പർ ക്രോപ്പ് പോലെ ബമ്പർ റിസൾട്ടായി പ്രിൻസിപ്പൽ തന്നെ അനൗൺസ് ചെയ്ത ഒരു റിസൾട്ടാണ്. എന്നാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്, ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും ഒരു 91% സ്കോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അത് സാവിയോയുടെ അമ്മ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണെന്നാണ് ആദ്യത്തെ ഡിവൈൻ ടച്ച് സാവിയോയ്ക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചത്. കൃപാസനത്തിലൂടെ
കൃപാസനത്തിലെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകനെ ലഭിച്ചത്, ഈശോ എന്നെ അനുഗ്രഹിക്കും, എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഈശോയോട് കൂടെ നിൽക്കണം, അതിന് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമെന്നുള്ളൊരു വലിയ തീരുമാനവും വലിയ ഉറപ്പും ഈ മകനെ ഉടമ്പടിയെടുത്തപ്പോൾ ജർമ്മൻ പഠനത്തിലൂടെ അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലായി. ജർമ്മൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് എന്നും തൈലം പൂശിയും ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചും എല്ലാം ഈ മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മലയാളം പറയുന്നത് പോലെയാണ് ഈ മകനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. അത്രയ്ക്കും എളുപ്പമായ ഒരു പരീക്ഷയായിരുന്നു എന്ന് ഈ മകനേറ്റ് പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വേള തൻ്റെ ഒരു വലിയ ബ്ലോക്ക് വരുന്നു. തൻ്റെ റിസൾട്ട് ക്യാൻസലാകുന്നതും തനിക്ക് കോൺട്രാക്റ്റ് ക്യാൻസലാകുന്നതും എംപ്ലോയർ സാറ്റിസ്ഫാക്ടറി അല്ല എന്നുള്ള ഒരു അറിയിപ്പ് നൽകുന്നതുമെല്ലാമുള്ള ഒരു തടസ്സങ്ങൾ ഈ മകൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉടമ്പടിയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എൻ്റെ വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കുന്നതാണെന്ന് സാവിയോയ്ക്ക് മനസ്സിലാകുന്നതാണ് ഉടമ്പടി മുന്നോട്ട് പോകാൻ ഈ മകനെ ധൈര്യം കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, എന്നെ ആരൊക്കെ റിജക്റ്റ് ചെയ്താലും ഈശോ എന്നെ ഉയർത്തും, ദൈവനാമം മഹത്വപ്പെടുത്താൻ ഈ സാഹചര്യം ഞാൻ ഈ സാഹചര്യം ഞാൻ ഉപയോഗിക്കും, ദൈവനാമം മഹത്വപ്പെടുത്തണം, എനിക്ക് റിജക്ഷൻ തന്ന ആ വ്യക്തിയിലൂടെ തന്നെ എനിക്ക് വിസ അടിച്ചു തരണം എന്നുള്ള ഒരു വലിയ വാശിയോടെയുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അതിനുവേണ്ടി തൻ്റെ കാരുണ്യ പ്രവൃത്തികളെയും ഈശോയെ പ്രഖ്യാപിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും എല്ലാം ആക്കം കൂട്ടി ഞാൻ ആരെയൊക്കെയാണോ ചെന്ന് കാണുന്നത്, റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോഴും തൻ്റെ വല്യപ്പനെ ശുശ്രൂഷിക്കുമ്പോഴും എല്ലാം ഈശോയെ കാണുന്നത് പോലെ, ഈശോയെ പരിചരിക്കുന്നത് പോലെയുള്ള ഒരു വലിയ ടച്ചിങ് എക്സ്പീരിയൻസ് ഈ മകനുണ്ടായതായി ഇവിടെ ഏറ്റു പറയുന്നു. നമുക്ക് ഈശോയെ സ്പർശിച്ചോ എന്നുള്ളതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അനുഭവം. ഈശോ എന്നെ സ്പർശിക്കുന്നുണ്ട്, ഈശോ എനിക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്, പക്ഷേ ഞാൻ ഈശോയെ സ്പർശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് യൂത്ത് തിരിച്ചറിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നാം എവിടെയെല്ലാം ചെന്നുവോ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്നെ പറഞ്ഞു വിടുമ്പോൾ എന്നെ ഒരു മിഷണറിയായി പറഞ്ഞു വിടുന്നു, ഞാൻ അവിടെ ഈശോയെ പ്രഘോഷിക്കും. പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഞാൻ എന്നും ഓർത്തിരിക്കും. ഞാൻ എല്ലാവരോടും, സങ്കടപ്പെടുന്നവർക്കെല്ലാം ഞാനൊരു സാക്ഷിയായിരിക്കും, ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു വലിയ തീരുമാനത്തോടെ ഈ മകനോട് ഇറങ്ങുമ്പോൾ നമുക്കും അതൊരു മാതൃകയായി ഏറ്റെടുക്കാം. സാവിയുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച എല്ലാ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും